So hello all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. സോ നമ്മൾ ഈ ടോപ്പിക്കിൽ മെയിൻലി നമുക്ക് 5 ഹെഡിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഫ്ലവർ ആൻഡ് ദെൻ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ പ്രീ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആൻഡ് എപ്പോമെക്സിസ് ആൻഡ് പോളി എംബ്രോണി. എല്ലാവർക്കും ഓഡിയോ ആൻഡ് വീഡിയോ ബോത്ത് ക്ലിയർ അല്ലേ? ഓഡിയബിൾ അല്ലേ? എന്തെങ്കിലും നോയ്സും കാര്യങ്ങളും ഉണ്ടോ? ആൻഡ് വീഡിയോ ഓൾസോ ക്ലിയർ അല്ലേ എന്നുള്ളതൊന്ന് എൻഷുർ ചെയ്യാം കേട്ടോ. ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയാം. ഐ വിൽ ഗിവ് യു 1 minute. ആ 1 minute അകത്ത് എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ഉഷാറായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ആൻജിയോസ്പേംസ് ആണ് ഇത് നമ്മളുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. സോ നമ്മൾ ഓൾറെഡി 11th ഗ്രേഡ് എടുക്കുമ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചു, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. വളരെ ഈസി ആയ ടോപ്പിക് ആണ്. നിങ്ങൾ അധികം കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും വരില്ല, കാരണം ഓൾറെഡി നിങ്ങൾ മോർഫോളജിയും അനാറ്റമിയും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ദർ വിൽ ബി ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്. അത് എന്ത് വേണം? മെയിൽ ഗാമീറ്റും വേണം, ഫീമെയിൽ ഗാമീറ്റും വേണം. ആൻഡ് ദെയർ ഫ്യൂഷൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാവണം? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് ഉണ്ടാവണം, വിച്ച് ഈസ് എ സൈഗോട്ട് അല്ലെ. ഇതിന് നമ്മൾ എന്ത് പറയാം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. സോ ഇത് നടക്കുന്നത് ആൻജിയോസ്പേംസിലായതുകൊണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയും. ഓക്കെ, സോ വൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? അപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് എന്ത്? നമ്മളുടെ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഈവൻ തോ നമ്മൾ ഫ്ലവറിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മളുടെ എന്താ പറയാ, ഒരുപാട് ഫ്ലവർ ഷോസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഫ്ലവേഴ്സിനെ പല രീതിയിലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഫ്ലവേഴ്സിന് പല പെർഫ്യൂംസും കാര്യങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓൾസോ നമ്മൾ അതിനെ നല്ല രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്യാനും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഈ ഫ്ലവർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തല്ല, നമ്മൾ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല. ഇൻസ്റ്റെഡ് അതെന്താണ്? ഈ ആൻജിയോസ്പേംസിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. സോ നമുക്ക് ഫ്ലവേഴ്സ് നോക്കുമ്പോൾ പല രീതിയിലുള്ള, പല ഷേപ്സിൽ, പല കളേഴ്സിൽ, പല ഫ്രാഗ്മെന്റ്സ് ഉള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അഡാപ്റ്റഡ് ആയിട്ടാണ് ഈ ഓരോ മോഡിഫിക്കേഷൻസ് സംഭവങ്ങൾ കാണുന്നത്. റെഡി? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ആണ് അല്ലെ. സോ നമ്മൾ ഫ്ലവേഴ്സിന് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഇമോഷൻസ്, നമ്മൾ ഹാപ്പി ആയാൽ, നമ്മൾ സാഡ് ആയാൽ, സോഷ്യൽ ആയാൽ, റിലീജിയസ് പേർപ്പസിന്, അതേപോലെ തന്നെ കൾച്ചറൽ വാല്യൂ, ഓർണമെന്റൽ വാല്യൂ, എസ്തെറ്റിക് പേർപ്പസിനൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഹ്യൂമൻ ഫീലിംഗ്സിനെ കൺവൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ലൈക്ക് ലവ് ആവാം, അഫെക്ഷൻ ആവാം, ഹാപ്പിനെസ് ആവാം, ഗ്രീഫ് ആവാം, മോർണിംഗ് ആവാം, റൈറ്റ്? ബട്ട് ഒരു ബയോളജിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫ്ലവർ എന്താണ്? ആക്ച്വലി ഫ്ലവർ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ആണ് എന്ത്? ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് റീകോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ഫ്ലവറിന് മെയിൻലി ഒരു ടിപ്പിക്കൽ ഫ്ലവർ, ആൻജിയോസ്പേമിന്റെ ടിപ്പിക്കൽ ഫ്ലവർ എടുക്കുമ്പോൾ അതിന് മെയിൻലി 4 വേൾഡ്സ് ആണ് ഉണ്ടാവുക അല്ലെ. 4 വേൾഡ്സ് ഉണ്ടാവും. ഔട്ടർ മോസ്റ്റ് കാണുന്ന വേൾഡ് ആണ് ഏതാ? കാലിക്സ്. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലൈവ് ചാറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു റിവിഷനും കൂടി ആവും. ഓൾറൈറ്റ്? ഓക്കെ, സോ ദ ഔട്ടർ മോസ്റ്റ് വേൾ ആണ് ഏത്? കാലിക്സ്. അതിന്റെ ഇൻസൈഡിൽ കാണുന്ന നെക്സ്റ്റ് വേൾ ആണ് കൊറോള. അതിന്റെ അകത്ത് കാണുന്ന നെക്സ്റ്റ് വേൾ ആണ് ആൻഡ്രീഷ്യം. അതിന്റെ അകത്ത് കാണുന്ന നെക്സ്റ്റ് വേൾ ആണ് ഏത്? ഗൈനീഷ്യം. ഓൾറൈറ്റ്? ഓക്കെ, സോ ഈ ഒരു കാലിക്സിന്റെ നമ്മൾ കാലിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ അല്ലേ നമ്മൾ കാലിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻഡിവിജ്വൽ പോർഷൻ എന്താ നമ്മൾ വിളിക്കുക? സെപ്പൽ എന്ന് വിളിക്കുക അല്ലെ. കുറച്ചുകൂടി ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള വോൾ ആണ് ഏത്? കൊറോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അതിലത്തെ ഇൻഡിവിജ്വൽ മെമ്പർ നമ്മൾ എന്ത് വിളിക്കും? പെറ്റൽസ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ദ വെരി നെക്സ്റ്റ് വേൾ ആണ് ഇത്? ആൻഡ്രീഷ്യം. ഈ ആൻഡ്രീഷ്യത്തിലെ ഒരു മെമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേമൻസ്. ഓൾറൈറ്റ്? ആൻഡ് അതിന്റെ അകത്ത് കാണുന്ന നെക്സ്റ്റ് വേൾ ആണ് ഇത്? ഗൈനീഷ്യം അഥവാ പിസ്റ്റൽസ് എന്നും വിളിക്കാം. ഇതാണ് നമ്മളുടെ ഫ്ലവേഴ്സിന്റെ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിന്റെ 4 മെയിൻ വേൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കമ്മിങ് ടു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ,
നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണമെങ്കിൽ വേണ്ടപ്പെട്ട ഒരു വേർഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഇത് ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആയിരിക്കും. റെഡി? ഓക്കെ. സോ ഇപ്പൊ നമ്മളുടെ പ്ലാന്റ് ഒരു സീഡ് ജേർമിനേറ്റ് ചെയ്തു അല്ലെ, സീഡ്ലിംഗ് ഫോം ചെയ്തു, പ്ലാന്റ് ആയി, പ്ലാന്റ്ലെറ്റ് ആയി, പ്ലാന്റ് ആയി. സോ ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് അഥവാ പ്ലാന്റ് ഒരു പൂർണ്ണ രീതിയിൽ എത്തുന്നത് വരെ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ആ പ്ലാന്റിൽ നമുക്ക് ഫ്ലവർ കാണാൻ പറ്റില്ല. ഓക്കെ. സോ നമ്മളിപ്പോ ഒരു പ്ലാന്റിൽ ഫ്ലവർ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ഡിസിഷൻ നടക്കുന്നുണ്ടാവും. ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഡിസിഷൻ നടക്കുന്നുണ്ടാവും. ഈ ഡിസിഷൻ എങ്ങനെ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ആയി അല്ലെ, ആ പ്ലാന്റിലുള്ള ലീവ്സ് എന്ത് ചെയ്യും? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ക്യൂസ് ഉണ്ട്. അതിനൊക്കെ മെഷർ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം എത്രയാണ്, അല്ലെങ്കിൽ ആ നൈറ്റിലുള്ള ഡാർക്ക്നെസ് എത്രത്തോളം ഉണ്ട്, പുറമേയുള്ള ടെമ്പറേച്ചർ എങ്ങനെയൊക്കെയാണ്, ഇതിനൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ ലീഫ് എന്ത് ചെയ്യുക, കുറച്ച് കെമിക്കൽ ഡയലോഗ്സ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യും, കെമിക്കൽ സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷൂട്ട് എപ്പൈക്കൽ മെറിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. സോ ഈ ഷൂട്ട് എപ്പൈക്കൽ മെറിസ്റ്റത്തിലേക്ക് ഈ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നൽസ് കിട്ടുമ്പോഴാണ് ഡിസൈഡ് ചെയ്യുക, ഓക്കെ ഇങ്ങനെ എന്താകാൻ പോവാണ്, ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം മാറിയിട്ട് ഒരു ഫ്ലോറൽ പ്രൈമോർഡിയം ആയി മാറാൻ പോകും. സോ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരുപാട് ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നുണ്ടാവും. ഓക്കെ. സോ മച്ച് ബിഫോർ നമ്മൾ ഈ ഫ്ലവർ കാണുന്നതിന് മുമ്പ് തന്നെ ആ പ്ലാന്റിൽ ഒരു ഫ്ലവർ ചെയ്യാൻ പോകുന്നു, ഈ ഫ്ലവേഴ്സ് ഉണ്ടാവുക പോകുന്നു എന്നുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ഡയലോഗ്സ് ആദ്യം നടക്കുന്നുണ്ട്. റെഡി? സോ ഈ ഒരു ഫ്ലോറൽ പ്രൈമോഡിയം ആണ് മുമ്പ് ഷൂട്ട് എപ്പൈക്കൽ മെറിസ്റ്റം ആയത് എന്തായി മോഡിഫൈ ചെയ്യുകയാണ്? ഫ്ലോറൽ പ്രൈമോഡിയം അല്ലെങ്കിൽ ഫ്ലോറൽ മെറിസ്റ്റം ആയിട്ട് കൺവേർട്ട് ആവാണ്. സോ വൺസ് ഇത് ഫ്ലോറൽ മെറിസ്റ്റമായി കൺവേർട്ട് ആകുന്ന ടൈമിൽ മുമ്പ് എന്തായി, നമ്മളുടെ നോട്ട്സ് എന്ത് ഫോം ചെയ്തിരുന്നു? ലീഫ് ആണ് ഫോം ചെയ്തത്. ഇപ്പൊ ഫ്ലോറൽ മെറിസ്റ്റമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് those leaf being produced from the nodes, അവിടുന്ന് എന്താണ് ഉണ്ടാകുക? ഫ്ലോറൽ ബഡ്സ് ഉണ്ടാകും അല്ലെ. ആൻഡ് ഈ ഫ്ലോറൽ ബഡ്സ് ആണ് പിന്നെ എന്തായി മാറുന്നത്? ഫ്ലവേഴ്സ് ആയി മാറുന്നത്. സോ ദാറ്റ് ഇനീഷ്യേഷൻ ഓഫ് ഫ്ലവർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ നമ്മൾ പ്ലാന്റിൽ കാണുന്ന മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്ലാന്റിൽ ഫ്ലവർ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഡിസിഷൻസ് ഇസ് ഗെറ്റിംഗ് ഓൾറെഡി ഡൺ. ഇത്രയും ക്ലിയർ ആണോ? ഇസ് ദിസ് ഫൈൻ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലവർ എടുക്കുമ്പോൾ അതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്? മെയിൽ ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രീഷ്യം, ഫീമെയിൽ ആണെങ്കിൽ ഗൈനീഷ്യം അല്ലെ. ഇവർ എന്ത് ചെയ്യും? ഇവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓൾറൈറ്റ്. സോ ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? വോൾ ഓഫ് സ്റ്റേമൻസ് ആണ് അല്ലെ. അതാണ് എന്തിനെ റിപ്രസെന്റ് ചെയ്യുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ റിപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വോൾ ഓഫ് പിസ്റ്റൽസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പിസ്റ്റൽ ആയിരിക്കും ഗൈനീഷ്യം, അല്ലെങ്കിൽ ആ ഒരു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? റിപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓൾറൈറ്റ്. സോ ഇപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ, വിച്ച് ഈസ് ഫെർട്ടിലൈസേഷൻ മുമ്പുള്ള പ്രയർ ആയിട്ടുള്ള ഇവന്റ്സും അതിലുള്ള സ്ട്രക്ചേഴ്സും ആണ്. അതിൽ നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മളുടെ ഈ ഒരു പ്രീ ഫെർട്ടിലൈസേഷൻ അതിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവന്റ്സിന്റെ സബ് ഹെഡിങ് ആണ് ഇത് സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻസ്, വിച്ച് മീൻസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം പ്ലാന്റ് എന്താണ്? ഒരു ആൻജിയോസ്പേം എന്ന് പറഞ്ഞ പ്ലാന്റ് എന്താണ്? ആക്ച്വലി ഒരു സ്പോറോഫൈറ്റ് ആണ്. നിങ്ങളിത് ഓൾറെഡി പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടാവും. സ്പോറോഫൈറ്റ് ഈസ് ഓൾവേസ് ഡിപ്ലോയിഡ് അല്ലെ. ഈ ഡിപ്ലോയിഡിൽ നിന്ന് എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് മീൻസ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഈ സ്പോറോഫൈറ്റിൽ നിന്നൊരു മൈക്രോസ്പോർ ഉണ്ടാവും. മൈക്രോസ്പോർ ബൈ മിയോസിസ് അല്ലെ. മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുക? മൈക്രോസ്പോർ ഉണ്ടാവുക. ഇൻ കേസ് ഓഫ് മെയിൽ പ്ലാന്റ്. ഇൻ കേസ് ഓഫ് ഫീമെയിൽ പ്ലാന്റ് അവിടെ എന്താ ഉണ്ടാവുക? മെഗാസ്പോർ ആണ് ഉണ്ടാവുക. മെഗാസ്പോർ വിച്ച് ഈസ് ഓൾസോ ഹാപ്ലോയിഡ്. ഓൾറൈറ്റ്. ഇനി ഈ മൈക്രോസ്പോറിൽ നിന്നും മെഗാസ്പോറിൽ നിന്നും അതിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? മെയിൽ ഗാമേറ്റോഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. മെയിൽ ഗാമേറ്റോഫൈറ്റ്. സിമിലർലി ഇവിടുന്ന് എന്തുണ്ടാകും? ഫീമെയിൽ ഗാമേറ്റോഫൈറ്റ് ഉണ്ടാകും. റെഡി? ആൻഡ് ഈ മെയിൽ ഗാമേറ്റിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുക? നമ്മളുടെ മെയിൽ ഗാമേറ്റിനെ ഫോം ചെയ്യുന്നുണ്ടാവുക. സിമിലർലി ഫീമെയിൽ ഗാമേറ്റോഫൈറ്റിൽ നിന്നാണ്
എന്ത് ഫോം ചെയ്യുക? ഫീമെയിൽ ഗാമേറ്റിനെ ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മളെ മെയിൽ ഗാമറ്റോഫൈറ്റ് ഇവിടെ എന്താണ്? പോളൻ ഗ്രെയിൻ ആണ്. ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മളുടെ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് എന്തല്ല? പോളൻ ഗ്രെയിൻ അല്ല. ഇൻസ്റ്റെഡ് പോളൻ ഗ്രെയിൻ എന്താണ്? മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. സിമിലർലി ഒവ്യൂൾ അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ആണ് എന്ത്? ഇവിടുത്തെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഹാപ്ലോയിഡ് ആണ് കേട്ടോ, ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് നമ്മളൊന്ന് ബിഗിൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. നമുക്ക് ഇപ്പം എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് വേണം? മെയിൽ ഗാമേറ്റ്സ് വേണം, ഫീമെയിൽ ഗാമേറ്റ്സ് വേണം. ഈ മെയിൽ ഗാമേറ്റ് അതേപോലെ ഫീമെയിൽ ഗാമേറ്റ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ്ഡ് ആകുന്നത്? ഏത് സ്ട്രക്ചേഴ്സിന്റെ അകത്തു നിന്നാണ് പ്രൊഡ്യൂസ്ഡ് ആകുന്നത്? അല്ലെങ്കിൽ എന്ത് സ്ട്രക്ചർ ആണ് നമ്മളുടെ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റിനെ ക്യാരി ചെയ്യുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയി അറിഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒരു ആൻഡ്രീഷ്യം എടുക്കുകയാണെങ്കിൽ അതിലത്തെ മെമ്പറിനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റേമൻ അല്ലെ. ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 പാർട്സ് ഉണ്ടാവും. ഒരു തിൻ അല്ലെങ്കിൽ ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടാവും, ഒരു വടി ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിലമെന്റ്. അതിനെന്താ വിളിക്കാം? ഫിലമെന്റ് എന്ന് വിളിക്കും. ആൻഡ് ടെർമിനലി ജനറലി എന്തുണ്ടാവുക? ടെർമിനലിൽ എന്തുണ്ടാവും? ജനറലി എന്താണ്ടാവുക? ഒരു ബൈലോബ്ഡ് 2 അറയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആന്തർ. ഓൾറൈറ്റ്, ഇനി നമ്മൾ സ്റ്റേമൻ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റേമന്റെ പ്രോക്സിമൽ എൻഡ് ഒന്നെങ്കിൽ ഫ്ലവറിന്റെ താലമസിൽ അല്ലെങ്കിൽ പെറ്റൽ ഓഫ് ദ ഫ്ലവറിലായിരിക്കും എന്താകുന്നുണ്ടാവുക? അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ താലമസിലാവും അല്ലെങ്കിൽ എന്തിലാവും? പെറ്റൽ ഓഫ് ദ ഫ്ലവറിലായിരിക്കും ഉണ്ടാവുക. എന്ത്? ഫിലമെന്റിന്റെ പ്രോക്സിമൽ എൻഡ്. ഓൾറൈറ്റ്, നൗ depending upon different species of flowers അല്ലെങ്കിൽ ആൻജിയോസ്പേംസിന്റെ ഡിഫറെന്റ് സ്പീഷീസ് നോക്കുമ്പോൾ സ്റ്റേമെൻസിൽ ഡിഫറെന്റ് ലെങ്ത് കാണാം, ഡിഫറെന്റ് നമ്പേഴ്സിലേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്റ്റേമെൻസിനെ കാണാൻ പറ്റും. സോ ഓരോ സ്പീഷീസിന് അനുസരിച്ചിട്ട് സ്റ്റേമെൻസിന്റെ നമ്പർ മാറുന്നുണ്ട്, അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ആൻജിയോസ്പേമിന്റെ ആന്തർ എടുക്കാന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആന്തറിനെ കുറിച്ചിട്ടാണ്. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിന്റെ ആന്തർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് എന്താണ്? ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ് അല്ലെ. സി, 2 ലോബ്സ് ഉണ്ട്, 2 അറകളുള്ള സ്ട്രക്ചർ ആണ്, ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ്. ഓൾറൈറ്റ്, ഈ ബൈലോബ്ഡ് സ്ട്രക്ചർ നോക്കുമ്പം അതിൽ 2 വേറെയും അറകളുണ്ട്. ആ അറകൾക്ക് വിളിക്കുന്ന പേരാണ് തീക്ക. സോ ദാറ്റ് അവരെ നമുക്ക് എന്ത് വിളിക്കാം? ആന്തേഴ്സ് ആർ ബൈലോബ്ഡ് in which both the lobe contains thekas. 2 thekas ഉണ്ടാവും. So that they are dithekas. Very good. അവരെന്താണ്? Dithekas ആണ് അല്ലെ. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ആന്തർ ഇല്ലേ, ഈ ആന്തറിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും കാണാൻ. സോ ഇതാണ് നമ്മളുടെ എന്ത്? ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തർ. അതിൽ എന്തുണ്ട്? 2 തീക്കയുണ്ട് അല്ലെ. ഇനി ഈ 2 ലോബിന്റെ ഇടയിൽ ലെങ്ത് വൈസ് നോക്കുമ്പോൾ എന്തുണ്ട്? ഒരു ലോഞ്ചിറ്റ്യൂണൽ ആയിട്ട് എന്ത് പാസ് ചെയ്യുന്നുണ്ടടാ? എന്താ പാസ് ചെയ്യുന്നേ? ലോഞ്ചിറ്റ്യൂണലി ഒരു ഗ്രൂവ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ഗ്രൂവ് റൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രൂവ് ആണ് എന്തിനെ സെപ്പറേറ്റ് ചെയ്യുക? ഈ 2 തീക്കേനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ലെങ്ത് വൈസ് നോക്കുമ്പോൾ ഒരു ഗ്രൂവ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂവ് ആണ് ഒരു ലോബിലുള്ള 2 തീക്കാസിനെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഒരു തീക്ക എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. ആൻഡ് ഈ ടിഷ്യൂസ് ഡിഫറെന്റ് രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. എപ്പോൾ നോക്കുമ്പോൾ ആന്തറിന്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ നോക്കുമ്പോൾ. സോ നമ്മൾ ആന്തറിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു. അതിൽ നമ്മളിപ്പം സപ്പോസ് ഇമാജിൻ ചെയ്യുക നമ്മളിപ്പം എടുക്കാൻ പോകുന്ന ഈ ഒരു തീക്ക അല്ലെ. ഈ ഒരു തീക്കനെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്, അതിന്റെ ഓർഗനൈസേഷൻസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തീക്കനെ കുറിച്ചിട്ടാട്ടോ. ഓക്കെ, നൗ
ആന്തർ എടുക്കുമ്പോൾ അതിന് എന്താണുള്ളത്? ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ ആന്തർ ബൈലോബ്ഡ് ആണ് നമ്മൾ പറഞ്ഞു, വിച്ച് ഇസ് വെരി ഡിഫറെന്റ് ഇൻ ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ. നമ്മൾ നേരിൽ കാണുമ്പോൾ 2 അറകൾ മാത്രമേ ഉള്ളെങ്കിൽ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നോക്കുമ്പോൾ എന്താണ്? അത് വെരി ഡിസ്റ്റിങ്ക്ട് ആണ് അല്ലെ? സോ നമുക്ക് ആന്തർ എന്താന്ന് പറയാം? ഒരു 4 സൈഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. 4 സൈഡഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ടെട്രാഗോണൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. സോ ഇറ്റ് ഹാസ് 4 മൈക്രോസ്പൊറാൻജിയ. അതിന്റെ ഓരോ കോർണേഴ്സിലും 4 മൈക്രോസ്പൊറാൻജിയ ഉണ്ട്. 2 ഇൻ ഈച്ച് ലോബ്. ഓരോ ലോബിലും 2 വീതം. അങ്ങനെ മൊത്തം എത്ര ഉണ്ട്? 4 മൈക്രോസ്പൊറാൻജിയ ഓരോ കോർണേഴ്സിലും ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലടാ? ഓക്കെ. ഇനി നമ്മളുടെ മൈക്രോസ്പൊറാൻജിയ എന്ത് ചെയ്യുന്നുണ്ട്? അവരാണ് നമ്മളിപ്പോ കാണുന്ന ഈ മൈക്രോസ്പൊറാൻജിയാണ് പോളൻ സാക്സ് ആയിട്ട് ഫർദർ ആയി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പോളൻ സാക്ക് എന്ത് ചെയ്യും? ലെങ്ത് വൈസ് ആയിട്ട് ലോഞ്ചിറ്റ്യൂണലി ഓൾ ത്രൂ ദ ലെങ്ത് ഓഫ് ആന്തർ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. And they are packed with pollen grains. So ഈ മൈക്രോസ്പൊറാൻജിയ എന്ന് പറയുന്നത് ശരിക്കും നോക്കുമ്പോൾ അവിടെ സ്പോറോജീനിയസ് ടിഷ്യൂസ് ഉണ്ട്. ഇവര് മെച്ചൂർ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? പോളൻ സാക്സ് ആയി മാറുന്നു. ഈ പോളൻ സാക്സിൽ എന്തുണ്ട്? നമ്മളുടെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്, മെയിൽ ഗാമേറ്റ് അല്ല, പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഓക്കെ. സോ ഈ പോളൻ സാക്സ് എന്ന് പറയുന്നത് ആ ഒരു ആന്തറിന്റെ ലെങ്ത് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? റെഡി ആണോടാ? ഓക്കെ. ഇനി സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻജിയം നോക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എന്താണ്? ട്രാൻസ്വേഴ്സ് സെക്ഷൻ ആണ്. എന്തിന്റെ? ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാൻജിയത്തിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തുണ്ട്? ഏകദേശം സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ആണ്. സി, ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ആന്തർ. ഇതിൽ നമ്മൾ ഒരു മൈക്രോസ്പൊറാൻജിയത്തിന്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഇതെന്താണ്? റഫ്ലി ഇതെന്താണ്? സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ആണ്. സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ആയിരിക്കും കാണാനുണ്ടാവുക. ഓൾറൈറ്റ്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞു ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരു മൈക്രോസ്പൊറാൻജി എടുക്കുമ്പോൾ അതിന്റെ ലെയേഴ്സ് അല്ലെങ്കിൽ ആ മൈക്രോസ്പൊറാൻജിന് 4 ഭിത്തികൾ, 4 അറയുള്ള ഭിത്തികളോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ മൈക്രോസ്പൊറാൻജി എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ 4 wall layers. 4 wall layers ഉണ്ട്. ദ ഔട്ടർ മോസ്റ്റ് കാണുന്നതാണ് ഏത്? എപ്പിഡെർമിസ്. ഓക്കെ. ഔട്ടർ മോസ്റ്റ് കാണുന്നതാണ് സിംഗിൾ ലെയർഡ് ഒരൊറ്റ ലെയർ ഉള്ള എപ്പിഡെർമിസ് ആണ്. ബാരൽ ഷേപ്ഡ് ആണ്. അത് എന്തില്ല, അതിന്റെ ഇടയിൽ ഒരു സ്പേസും കാര്യങ്ങളും ഇല്ല. എപ്പിഡെർമിസിന്റെ ഇൻസൈഡ് ആയി കാണുന്നതാണ് എന്ത്? എൻഡോതീഷ്യം. അതും എന്താണ്? സിംഗിൾ ലെയർഡ് സെല്ലാണ്. ദെൻ എൻഡോതീഷ്യത്തിന്റെ അകത്ത് കാണുന്ന ലെയർ ആണ് മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം 1 to 3 സെൽ ലെയർ. ഇവിടെ 2 സെൽ ലെയർഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ മിഡിൽ ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ 1 to 3 സെൽ ലെയേഴ്സ് ഉണ്ടാവും. എൻഡോതീഷ്യം 1 ലെയർ ആണ്. സിമിലർലി എപ്പിഡെർമിസ് എന്താണ്? 1 ലെയർഡ് ആണ്. ടുവേർഡ്സ് ദ മിഡിൽ ലെയറിന്റെ ഇൻസൈഡ് നോക്കുമ്പോൾ നമുക്ക് അവിടെ വേറെയും ലെയർ കാണാം, വിച്ച് ഈസ് കോൾഡ് ആസ് ടെപ്പീറ്റം. എന്താ വിളിക്കുക? ടെപ്പീറ്റം. ടെപ്പീറ്റം എന്താണ്? സിംഗിൾ ലെയർഡ് ആണ് കേട്ടോ. ദിസ് ഇസ് ടെപ്പീറ്റം. സോ ദിസ് ഇസ് ടെപ്പീറ്റം. ഇത് എന്താണ്? സിംഗിൾ ലെയർഡ് ആണ്, വിച്ച് മീൻസ് 1 ലെയർഡ്. ഓൾറൈറ്റ്. സോ ഈ മൈക്രോസ്പൊറോജീനിയസ് അല്ലെങ്കിൽ മൈക്രോസ്പൊറാൻജിയക്ക് ഇങ്ങനെ 4 wall layers ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് എന്തായിരിക്കും ഇതിന്റെ ഫങ്ഷൻസ്? ഒരു ആന്തർ യങ് ആയിരിക്കുന്ന ടൈമിൽ അതിന് എന്ത് വേണം? പ്രൊട്ടക്ഷൻ വേണം അല്ലെ? സോ യങ്ങർ സ്റ്റേറ്റിൽ അതിന് എന്തായിരിക്കും? ഈ 3 ലെയേഴ്സ് എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, അതേപോലെ മിഡിൽ ലെയർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ആന്തർ മെച്ചോർഡ് ആയിരിക്കെ വിച്ച് ഈസ് മെന്റ് ഫോർ ഡെഹിസൻസ്. പോളൻസ് ഒക്കെ നിറഞ്ഞു, ആന്തറിൽ ഒരുപാട് പോളൻസ് ഉണ്ടായി. ആ ടൈമിൽ ആന്തർ ഇങ്ങനെ ഡെഹിസൻസ് അല്ലെങ്കിൽ റപ്ചർ ചെയ്യാനിരിക്കുന്ന ടൈമിൽ അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അതെന്ത് പ്രൊവൈഡ് ചെയ്യും? ആ ആന്തർ ഡെഹിസൻസ് കാണിക്കുക അല്ലെങ്കിൽ റപ്ചർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ 3 ലെയേഴ്സ് ആണ്. സോ ദ ഫസ്റ്റ് 3 wall layers ആയിട്ടുള്ള എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയേഴ്സ് എന്തിനു സഹായിക്കുന്നു? ഇനീഷ്യലി അതൊരു എന്താ പറയുക, യങ് ആന്തർ ആയിരിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. കുറച്ചുകൂടി മെച്ചോർഡ് ആയി പോളൻ സാക്സ് ആയി മാറി, പോളൻ ഗ്രെയിൻസ് അതിൻ്റെ നിറയെ ഇരിക്കുന്ന ടൈമിൽ ആ ഒരു പാർട്ടിക്കുലർ ആന്തർ എന്ത് ചെയ്യും? ഈ ഒരു പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടി റപ്ചർ ചെയ്യും. ഇനി ഡെഹിസൻസ് ഉണ്ടാവില്ലേ, ആ ഡെഹിസൻസിന് വേണ്ടി സഹായിക്കുന്നതും ഈ 3 wall layers ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ അകത്ത് കാണുന്ന ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് ടെപ്പീറ്റം.
ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോളൻ ഗ്രെയിൻസിന് എന്ത് ചെയ്യും, നറിഷ് ചെയ്യുന്നുണ്ടാവും. എന്താ ചെയ്യാ, നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഓൾറൈറ്റ്, ഓക്കെ. നൗ ഈ ആന്തർ യങ് ആയിരിക്കുന്ന ടൈമിൽ അവിടെ എന്തുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോമോജീനിയസ് സെൽസ് ഉണ്ട്. ഹോമോജീനിയസ് നമ്മൾ യൂണിഫോം ആയിട്ടുള്ള സെൽസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. സോ ആ ഒരു ടിഷ്യൂസിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പോറോജീനിയസ് ടിഷ്യൂസ്. ആൻഡ് ഈ സ്പോറോജീനിയസ് ടിഷ്യൂസ് ഓരോ മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയന്റെ സെൻട്രലാണ് എന്ത് ചെയ്യുന്നത്, ഒക്യുപ്പൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? റെഡി ആണോടാ? റെഡി ആണെങ്കിൽ വേഗം പറഞ്ഞേ ക്ലിയർ ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സോ ഇത്രയും നമ്മൾ പഠിച്ചു. നമ്മൾ എന്താ പഠിച്ചത്? ആന്തർ ബൈലോബൽ സ്ട്രക്ചർ ആണ്. ട്രാൻസ്ഫർ സെക്ഷൻ നോക്കുമ്പോൾ എത്ര തീക്കാസ് ഉണ്ട്? ടെട്രാ തീക്കാസ് ആണ്. ഓരോ തീക്കയിൽ എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയ when the anther is young, ഓരോ മൈക്രോസ്പൊറാഞ്ചിയന്റെ സെൻട്രൽ എന്തുണ്ടാ? സ്പോറോജീനിയസ് ടിഷ്യൂസ് ഉണ്ട്. ആൻഡ് ഓൾസോ മൈക്രോസ്പൊറാഞ്ചിയ 4 വാൾ ലെയർ ആണെന്ന് പറഞ്ഞു. ഏതൊക്കെ ലെയർ എന്ന് പറഞ്ഞു, അതിന്റെ ഫംഗ്ഷൻസും നമ്മൾ പറഞ്ഞു. യങ് ആയിരിക്കുന്ന ടൈമിൽ പ്രൊട്ടക്ഷൻ ആണ്, അതേ ടൈമിൽ ആന്തർ മെച്ചുവർ ആയിരിക്കുമ്പോൾ അത് ഡെഹിസൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽസ്. അതിന് മുമ്പായിട്ട് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. ആന്തർ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടൈമിൽ സെൽസ് ഓഫ് ദ സ്പോറോജീനിയസ് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, റിഡക്ഷണൽ ഡിവിഷൻസ് അണ്ടർഗോ ചെയ്യും. എന്ത് അണ്ടർഗോ ചെയ്യും? റിഡക്ഷണൽ ഡിവിഷൻസ് അണ്ടർഗോ ചെയ്യും. ഓരോ മൈക്രോസ്പൊറാഞ്ചിന്റെ സെന്ററിൽ സ്പോറോജീനിയസ് ടിഷ്യൂസ് ഉണ്ട് അല്ലെ. സോ ആ ഒരു ആന്തർ മെച്ചുവർ ആയിരിക്കുന്ന ടൈമിൽ ഈ സ്പോറോജീനിയസ് ടിഷ്യൂസ് റിഡക്ഷണൽ ഡിവിഷൻ നടന്നിട്ട് മിയോസിസ് 1 മിയോസിസ് 2 നടന്നിട്ട് എന്തുണ്ടാവും, 4 മൈക്രോസ്പോർസ് ഉണ്ടാവും. ഇനീഷ്യലി 4 മൈക്രോസ്പോർസ് എന്തായിരിക്കും അറിയോ, അവർ ജോയിന്റ് ആയിരിക്കും. സി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് 3 അല്ലേ, ബാക്കിലാണ് അനദർ ഉണ്ടാവുക. അപ്പം 4 മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂസ് എടുക്കുകയാണെങ്കിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിലുള്ള സ്പോറോജീനിയസ് ടിഷ്യൂസിന് എന്തിനുള്ള കഴിവുണ്ട്? ദേ ആർ കേപ്പബിൾ ഓഫ് ഗിവിംഗ് റൈസ് ടു മൈക്രോസ്പോർ ടെട്രാഡ്. ഓരോ സ്പോറോജീനിയസ് ടിഷ്യൂസിലുള്ള സെൽസ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഓരോ സെൽ എന്താണ്? ഒരു പൊട്ടൻഷ്യൽ പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ ആണ്. Now, the process of formation of microspores from a pollen mother cell or microspore mother cell through meiosis is called microsporogenesis. Clear alle? So, microspore mother cells in meiosis നടന്നിട്ട് microspores ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? Microsporogenesis. ഓക്കെ, സോ ഇനീഷ്യലി മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന ടൈമിൽ അവർ എന്താണ്? ക്ലസ്റ്റർ ഓഫ് 4 സെൽസ് ആയിരിക്കും. അതിനെ നമ്മൾ എന്താ വിളിച്ചത്? മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിച്ചു അല്ലെ. റൈറ്റ്, ഇനി ഈ ആന്തർ മെച്ചുവർ ആകുന്ന ടൈമിൽ അത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആകും. ആ ടൈമിൽ ഈ 4 മൈക്രോസ്പോർസ് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും ഫ്രം ഈച്ച് അതർ. എന്നിട്ട് അത് എന്തായി ഡെവലപ്പ് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ് ആയിട്ട് അഥവാ മെയിൽ ഗാമെറ്റോഫൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഓൾറൈറ്റ്, നൗ ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയ നോക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? there are several thousands of microspores or pollen grains ഉണ്ടാവും. are formed that are released with the dehiscence of anther. so നമ്മളുടെ ആ ഒരു പോളൻ സാക്സിൽ പോളൻ ഗ്രെയിൻസ് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ടൈമിലായിരിക്കും ആ ആന്തർ എന്തുണ്ടാവുക? ഡെഹിസെൻസ് അല്ലെങ്കിൽ റപ്ചർ ചെയ്യുന്നുണ്ടാവുക. so that pollen grains are released. ക്ലിയർ ആണോ? റെഡി? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളൻ ഗ്രെയിൻസ് ആണ് അല്ലെ. പോളൻ ഗ്രെയിൻസ് എന്നല്ല, മെയിൽ ഗാമേറ്റ് അല്ല, ഇൻസ്റ്റെഡ് അതൊരു മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. റെഡി? ഇനി നമ്മൾ ഈ പോളൻ ഗ്രെയിൻസിനെ ഡിഫറെന്റ് സൈസിൽ കാണാൻ പറ്റും, ഡിഫറെന്റ് ഷേപ്സിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയാ, ഡിഫറെന്റ് നമ്പേഴ്സിലായിട്ടൊക്കെ കാണാൻ പറ്റും അല്ലെ. ഡിഫറെന്റ് സൈസിൽ കാണാം, ഷേപ്സിൽ കാണാം, ഡിസൈൻസിൽ കാണാം, കളേഴ്സിലൊക്കെ കാണാൻ പറ്റും. സി ഇതാണ് നമ്മളുടെ എന്ത്? microspore tetrad അല്ലെങ്കിൽ pollen tetrad. See, there are different types of pollen grains. Okay, now
യൂഷ്വലി പോളൻ ഗ്രെയിൻസ് ജനറലി നോക്കുന്ന ടൈമിൽ എന്താണ് സ്ഫെറിക്കൽ ഇൻ സ്ട്രക്ചർ ആണ്. അവർ ഡയമീറ്റർ നോക്കുമ്പോൾ ദേ വിൽ ബി 25 to 50 മൈക്രോൺസ് ഇൻ ഡയമീറ്റർ. ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ നോക്കുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ അതേപോലെ ഈ ഒരു പോളൻ ഗ്രെയിൻസിന്റെ വോൾ നോക്കുമ്പോൾ അത് എന്താണ് 2 ലെയർഡ് വോൾ ആയിരിക്കും ഉണ്ടാവുക. ദ ഔട്ടർ മോസ്റ്റ് ലെയർ വിച്ച് ഇസ് ദ ടഫസ്റ്റ് ലെയർ കോൾഡ് എക്സൈൻ ആൻഡ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ ഇൻടൈൻ. ഓക്കെ, സോ ഈ എക്സൈൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് സ്പോറോപോളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ വെച്ചിട്ടാണ്. ആൻഡ് ഈ ഒരു സ്പോറോപോളൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റെസിസ്റ്റന്റ് ആണ് ടുവേർഡ്സ് ദ ഓർഗാനിക് മെറ്റീരിയൽ സച്ച് എസ് സ്ട്രോങ് ആൽക്കലി ആവാം, സ്ട്രോങ് ആസിഡ്സ് ആവാം, ഈവൻ ഹൈ ടെമ്പറേച്ചേഴ്സിലും അതേപോലെ മറ്റ് എൻസൈംസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പോറോപോളിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. റെഡി? നൗ ഈ പോളൻ ഗ്രെയിനിന്റെ എക്സൈൻ എന്തുണ്ട്, പ്രോമിനന്റ് അപ്പേർച്ചേഴ്സ് ഉണ്ട്. എന്തുണ്ട്, പ്രോമിനന്റ് അപ്പേർച്ചേഴ്സ് ഉണ്ട്. അപ്പേർച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ജേം പോർസ്. സി ഓക്കെ, സോ സപ്പോസ് ഇമാജിൻ ചെയ്യാ ഓക്കെ, സോ ഔട്ടർ മോസ്റ്റ് കാണുന്നതാണ് ഏത്, എക്സൈൻ, ആൻഡ് ഇന്നർ മോസ്റ്റ് കാണുന്നതാണ് എന്താ, ഇൻടൈൻ. ഇനി ഈ ഒരു എക്സൈൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടല്ല എല്ലായിടത്തും കാണപ്പെടുന്നത്. ബട്ട് ഇൻടൈൻ എന്താണ്, ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. വൈ ഇറ്റ് ഈസ് ഇൻകണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ചെറിയൊരു അപ്പേർച്ചേഴ്സ് കാണാം, പ്രോമിനന്റ് അപ്പേർച്ചേഴ്സ് ഉണ്ടാവും എക്സൈൻസിന്റെ ഇടയിൽ. അതുകൊണ്ടാണ് എക്സൈൻ എന്താവാത്തത്, കണ്ടിന്യൂസ് ആവാത്തത്. ആൻഡ് ഈ ഒരു പ്രോമിനന്റ് അപ്പേർച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ, ജേം പോർ. ഓൾറൈറ്റ്, ഓക്കെ ഓക്കെ. സോ ഈ ജേം പോർ ഉള്ള ഭാഗത്ത് എന്തുണ്ടാവില്ല, സ്പോറോപോളനിൻ ഉണ്ടാവില്ല. കാരണം എന്താണ്, ജേം പോർ ഉള്ള ഭാഗത്ത് എന്തില്ല, എക്സൈൻ ഇല്ല. എക്സൈൻ അല്ലേ സ്പോറോപോളിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ എക്സൈൻ ഇല്ലാത്ത സ്ഥലത്ത് എന്തുണ്ടാവില്ല, സ്പോറോപോളിൻ ഉണ്ടാവില്ല. റെഡി? സോ ഈ സ്പോറോപോളിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാൻ പറ്റും, വെൽ പ്രിസർവ്ഡ് ആയി കീപ്പ് ചെയ്യാൻ പറ്റും ആസ് എ ഫോസസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്പോറോപോളിൻ. ക്ലിയർ? ഇനി നമ്മൾ ഇൻടൈൻ പറഞ്ഞു അല്ലെ, ഇൻടൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ നമ്മളെ പ്ലാന്റ് സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ള അതേ കോമ്പോസിഷൻ കൊണ്ടാണ്, അഥവാ സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അതെന്താണ്, തിന്നാണ്, ഓൾസോ കണ്ടിന്യൂസ് ലെയർ ആണ്. ഓക്കെ, നൗ ദ സൈറ്റോപ്ലാസം ഓഫ് പോളൻ ഗ്രെയിൻ നോക്കുമ്പോൾ അതിൽ എന്തുണ്ട്, ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, സോ വൺസ് ഈ ഒരു പോളൻ ഗ്രെയിൻ മെച്ചുവേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 2 സെൽസ് ഉണ്ടാവും. എത്ര സെൽസ് ഉണ്ടാവും, ഇത് പോളൻ ഗ്രെയിൻ ആണ്, ദിസ് ഇസ് ദ പോളൻ ഗ്രെയിൻ. ഇത് മെച്ചുവേർഡ് ആണ്, ഇപ്പോൾ വാക്യുലേഷൻസ് നടന്നു, ന്യൂക്ലിയസ് ഉണ്ട്, അസിമെട്രിക്കൽ സ്പ്ലിൻഡേഴ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. സോ വൺസ് ഇറ്റ് ഗെറ്റ്സ് മെച്ചുവേർഡ് ഒരു ലാർജ് ഉണ്ടാവും, ഇറ്റ് ഹാസ് എ ലാർജ് സെൽ, ഒരു ലാർജ് സെൽ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ അല്ലേ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഒരു സ്മോൾ സ്പിൻഡിൽ സെല്ല് ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെൽ. അപ്പം മെച്ചുവർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് കാണിക്കുന്നുണ്ട്, മെച്ചുവർ പോളൻ ഗ്രെയിൻസ് 2 സെൽസിനെ കാണിക്കുന്നത്, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെൽ എന്താണ്, കുറച്ചുകൂടി ബിഗ്ഗർ ആണ്, കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് അബൻഡന്റ് ഫുഡ് റിസർവ് ഉണ്ട്, ആൻഡ് ഓൾസോ എ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസും ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതേസമയം ജനറേറ്റീവ് സെൽ നോക്കുകയാണെങ്കിൽ അത് എന്താണ്, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, ചെറുതാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിനകത്ത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ അതിന് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട് ആൻഡ് ഓൾസോ എ ന്യൂക്ലിയസ്. ഇനി നമ്മൾ ആൻജിയോസ്പേംസിൽ മോർ ദാൻ 60% ഓഫ് ദ പോളൻ ഗ്രെയിൻസ് എപ്പോഴാണ് ഷെഡ് ചെയ്യുക, 2 സെൽ സ്റ്റേജിലാണ് ഷെഡ് ചെയ്യുക. വിച്ച് മീൻസ് നമ്മളുടെ ഈ ജനറേറ്റീവ് സെല്ല് എന്ത് ചെയ്യും അറിയോ, ഈ ജനറേറ്റീവ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ ഓക്കെ, വെയിറ്റ്. അപ്പം ഇതാണ് നമ്മൾ മെച്ചുവർ പോളൻ ഗ്രെയിൻസ്. ഇതിൽ എന്തുണ്ട്, വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, ജനറേറ്റീവ് സെല്ലുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയും. ഇനി ചില പ്ലാന്റ്സിന്റെ കേസസിൽ ലെസ് ദാൻ എന്താ പറയുക 30-20% കേസ് നോക്കുമ്പോൾ ഈ ജനറേറ്റീവ് സെല്ല് എന്തായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, രണ്ടായി ഡിവൈഡ് ചെയ്യും. അങ്ങനെ മെയിൽ ഗാമേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും, 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവും. സോ ദാറ്റ് വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, 2 മെയിൽ ഗാമേറ്റും ഉണ്ടാവും.
സോ ആ കേസിൽ നമുക്ക് പോളൻ ഗ്രെയിൻസ് എന്ത് പറയാം, 3 സെൽഡ് സ്റ്റേജ് എന്നും പറയാം. സോ പോളൻ ഗ്രെയിൻസിന്റെ മെച്ചുവർ പോളൻ ഗ്രെയിൻസിന്റെ അകത്ത് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയാം. അതേ ടൈമിൽ ഈ വെജിറ്റേറ്റീവ് സെല്ലും അതേപോലെ ഇരിക്കെ ജനറേറ്റീവ് സെൽ 2 മെയിൽ ഗാമേറ്റ്സ് ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, പോളൻ ഗ്രെയിൻസ് ആർ 3 സെൽഡ് സ്റ്റേജ് എന്നും പറയാം. ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോടാ? So, in over 60% of angiosperms, pollen grains are shed at this 2-celled stage. Now, in the remaining species, the generative cell divides mitotically, which means equational division നടക്കും to give rise to 2 male gametes before pollen grains are shed at 3-celled stage. ഇനി pollen grains ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് പറയാന്നുണ്ടെങ്കിൽ സിവിയർ അലർജീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ബ്രോങ്കിൽ എഫ്ലിക്ഷൻസ്, ബ്രോങ്കിൽ എന്താ പറയാ ഡാമേജസ് കൊണ്ടുവരുന്നുണ്ട്. ലൈക് ബ്രോങ്കിൽ എഫ്ലിക്ഷൻസ് എന്ന് പറഞ്ഞാൽ കോസിങ് ഹാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay, in some people often leading to chronic respiratory disorders like asthma and bronchitis. Okay, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന വൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞ പാർത്തീനിയം ആണ്, വിച്ച് ഈസ് ദ ക്യാരറ്റ് ഗ്രാസ് ദാറ്റ് കെയിം ഇൻ ടു ഇന്ത്യ ആസ് എ കണ്ടാമിനന്റ് വിത്ത് ഇമ്പോർട്ടഡ് വീറ്റ്, വിച്ച് ഹാസ് ബിക്കം യുബിക്വിഷ്യസ്. യുബിക്വിഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം എല്ലായിടത്തും കാണപ്പെടുന്ന രീതിയിൽ അത് എന്തായി ഗ്രോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഇൻവേഡ് ചെയ്തു എന്ന് പറയാം. And it causes pollen allergy. Now, coming to the advantages, pollen grains are rich in nutrients. So that recent years ഒരു ഫാഷൻ ആയിട്ട് നമുക്ക് എന്ത് ഫാഷൻ ആയിട്ട് pollen grains ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. അതേ ടൈമിൽ വെസ്റ്റേൺ കൺട്രീസ് നോക്കുമ്പോൾ ലാർജ് നമ്പർ ഓഫ് പോളൻ പ്രൊഡക്ട്സ് ആട്ടോ, പോളൻ ഗ്രെയിൻസ് അല്ല, പോളൻ ഗ്രെയിൻസിന്റെ അല്ലെങ്കിൽ പോളന്റെ പ്രൊഡക്റ്റിന് എന്തായി ഫോം ചെയ്തു, ടാബ്ലറ്റ്സ് ആയിട്ടും സിറപ്സ് ആയിട്ടും മാർക്കറ്റ്സിൽ അവൈലബിൾ ആവാൻ തുടങ്ങി. അതേപോലെ പോളൻ കൺസപ്ഷൻ എന്തായി ക്ലെയിം ചെയ്യുന്നുണ്ട്, ദേ ക്ലെയിം ടു ഇൻക്രീസ് പെർഫോമൻസ് ഇൻ അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ്. റെഡി? ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി എന്നാണ്. വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളൻ ഗ്രെയിൻസിന് സ്റ്റിഗ്മ അഥവാ പിസ്റ്റിൽ, ഫീമെയിൽ പാർട്ടായിട്ടുള്ള പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന്റെ മേലിൽ വന്ന് ലാൻഡ് ചെയ്യാനും ആ ലാൻഡ് ചെയ്തിട്ട് അതിന് ജേം പോറ് വഴി പോളൻ ട്യൂബിനെ ഫോം ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ എന്ത് പറയുക, വയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ചില പ്ലാന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചില പ്ലാന്റ് സ്പീഷീസിൽ സച്ച് ആസ് സീരിയൽസ്, റൈസ്, വീറ്റ് അങ്ങനത്തെ കേസിൽ നോക്കുമ്പം ആ പോളൻ ഗ്രെയിനിന്റെ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ 30 minutes ഓഫ് ദെയർ റിലീസ് ആണ്. സോ ആന്തർ എന്ന് പറഞ്ഞത് ഡെഹിസൻസ് കാണിച്ചു അല്ലെങ്കിൽ റപ്ചർ ആയി, വിത്തിൻ റപ്ചർ 30 minutesന്റെ അകത്ത് 30 minutesനുള്ളിൽ ആ പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി എന്താകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അതേ ടൈമിൽ വേറെ കുറെ മെമ്പേഴ്സ് ഉണ്ട്, ലൈക് റോസേസിയെ, ലെഗുമിനോസിയെ, സൊളനേസിയെ. ഇവരുടെ കേസിൽ അവരുടെ ആ ഒരു പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി എന്ന് പറഞ്ഞത് 4 months എന്താകും, മെയിൻറ്റെയിൻ ആകും. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോടാ? കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കുന്നില്ല? നോട്ട് ഓഡിയബിൾ മാൻ. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലോടാ? ഒന്നുകൂടി ചെക്ക് ചെയ്യോട്ടോടാ. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? അതല്ല, ആർക്കും കേൾക്കുന്നില്ല എന്നാണോ? എല്ലാവർക്കും ഓഡിയബിൾ ആണെങ്കിൽ ഓഡിയബിൾ ആണെന്ന് റിപ്ലൈ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഫൈൻ, കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, സോ മെമ്പേഴ്സ് ഓഫ് റൊസേസിയെ, ലെഗുമിനേസിയ, സൊളനേസിയ ഇവരുടെ കേസിൽ അവരുടെ പോളൻ ഗ്രെയിൻസ് 4 months എന്താകുന്നുണ്ട്, വയബിലിറ്റി മെയിൻറ്റെയിൻഡ് ആകുന്നുണ്ട്. ഓൾറൈറ്റ്? ഓക്കെ, സോ നമുക്കറിയാം വൺസ് ദ പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ്, അല്ലെങ്കിൽ ആൻഡർ എന്ന് പറഞ്ഞത് ഡെഹിസൻസ് കാണിച്ചു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എന്തായി ഷെഡ് ആയിട്ടുണ്ടാവും അല്ലെ. സോ വെദർ ദേ ഹാവ് ടു ലാൻഡ് ഓൺ ദ സ്റ്റിഗ്മ ബിഫോർ ദേ ലൂസ് വയബിലിറ്റി ഇഫ് ദേ ഹാവ് ടു ബ്രിങ് അബൌട്ട് ഫെർട്ടിലൈസേഷൻ. ഇതാണ് ഈ ടോപ്പിക്കിൽ ഈ ഒരു പാരഗ്രാഫിൽ മെയിൻലി. യെസ് മാം, കേൾക്കുന്നുണ്ട്, ഫൈൻ.
ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺസ് ആന്തർ എന്താണ് ഷെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് റിലീസ്ഡ് ആയി. സോ ആ പോളൻ ഗ്രെയിൻസിന് സ്റ്റിഗ്മേന്റെ മേലിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പം എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലത്തോളമാണ് അതിന്റെ വയബിലിറ്റി, അതിനുള്ള എബിലിറ്റി ടു പ്രൊഡ്യൂസ് പോളൻ ട്യൂബ് ആൻഡ് റീച്ചസ് എ എംബ്രിയോ ഒവ്യൂൾ എന്നുള്ളതിനാണ് എന്ത് പറയാം നമ്മൾ വയബിലിറ്റി എന്ന് പറയാം. ചില പ്ലാന്റ് സ്പീഷീസിന്റെ കേസിൽ 30 മിനിറ്റ്സ് ആണ്. അതേ ടൈമിൽ കുറച്ച് ഫാമിലീസിന്റെ മെമ്പേഴ്സ് നോക്കുമ്പോൾ ദേ ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് ഫോർ മന്ത്സ് അല്ലെ. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കറിയാം നമ്മൾ ഹ്യൂമൻസ് അല്ലെങ്കിൽ അനിമൽസിന്റെ കേസിൽ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്തിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, സീമൻ അല്ലെങ്കിൽ സ്പാമിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എപ്പോഴാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തേണ്ടത് ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോളൻ ഗ്രെയിൻസിന്റെ ഓഫ് മെനി സ്പീഷ്യസ്, ലാർജ് നമ്പർ ഓഫ് സ്പീഷ്യസിന്റെ പോളൻ ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 years ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. സ്പെസിഫിക്കലി അത് -196°C ലിക്വിഡ് നൈട്രജനിലാണ് അതിനെ സ്റ്റോർ ചെയ്യാൻ. സോ ലിക്വിഡ് നൈട്രജന് സ്പെസിഫിക്കലി -190°C അത് എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ. ഞാൻ പറഞ്ഞുതരാം ഫ്ലോയിഡി പോർഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ആ ഒരു പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് വിളിക്കുന്ന ഒരു പേരാണ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കൂൾ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യുന്നതിന് എന്താ പറയുക, ക്രയോ പ്രിസർവേഷൻ എന്നുള്ളത്. ഓൾറൈറ്റ്, നൗ സച്ച് സ്റ്റോർഡ് പോളൻ ഗ്രെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളൻ ബാങ്ക്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സിമിലർലി ലൈക്ക് സീഡ് ബാങ്ക്സ് അല്ലെ, ഇൻ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസിൽ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പിസ്റ്റൽ അഥവാ ദ മെഗാസ്പൊറാഞ്ചിയം ആൻഡ് ദ എംബ്രിയോ സാക്. നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് വി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ദ പിസ്റ്റൽ, മെഗാസ്പൊറാഞ്ചിയം അഥവാ ഒവ്യൂൾ ആൻഡ് ദ എംബ്രിയോ സാക്. നൗ ഗൈനീഷ്യം എന്തിനെ റിപ്രസെന്റ് ചെയ്യുന്നു, ഇറ്റ് റിപ്രസെന്റ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ അല്ലെ. ഗൈനീഷ്യം എന്താവാം, അതിന് ഒറ്റ പിസ്റ്റൽ ആവാം, മോണോകാർപ്പുലറി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പിസ്റ്റൽസ് ഉണ്ടാവും, വിച്ച് മീൻസ് മോർ ദൻ 1 പിസ്റ്റൽ ഉണ്ടാവും, മൾട്ടി കാർപ്പുലറി. സപ്പോസ് വിചാരിക്കുക അത് മോർ ദൻ 1 പിസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ഫ്യൂസ്ഡ് ആയി കാണാം. സോ ഫ്യൂസ്ഡ് ആയി കാണാൻ എന്താ വിളിക്കും, പ്ലോയിഡി പോർഷൻ. പറഞ്ഞുതരാലോ, പ്ലോയിഡി പോർഷൻ പറയുമ്പോൾ മെയിൻ ഇത്ര മനസ്സിലാക്കുക, ഗാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, സോ ആ ഹാപ്ലോയിഡ് ഫ്യൂസ് ചെയ്താൽ മാത്രമല്ല ഡിപ്ലോയിഡ് അല്ലെങ്കിൽ സൈക്കോട്ട് ഉണ്ടാവുള്ളൂ, അതാണോ ഉദ്ദേശിച്ചേ? അതല്ല മറ്റേ എംബ്രിയോ സാക്കിന്റെ കേസ് ആണോ? Isn't it unequality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി മെയിൽ ഗാമേറ്റ്സ് ചെറുതായിരിക്കും ഇൻ കമ്പാരിസൺ വിത്ത് ദ ഫീമെയിൽ ഗാമേറ്റ്സ്. കാരണം അവർ ഈ ഒരു ഫീമെയിൽ ആയിരിക്കും കൂടുതൽ കേസിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവരെ എംബ്രിയോനെ ബെയർ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ആ ഒരു ഫീമെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ആ ഫീമെയിൽ ബോഡിക്ക് എന്തിനെ പ്രൊവൈഡ് ചെയ്യണം, ആ ഡെവലപ്പിംഗ് എംബ്രിയോക്ക് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. വേറാസ് മെയിൽ ഗാമറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് അത് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ, അവർ എന്തിനെ ക്യാരി ചെയ്യുന്നില്ല, എംബ്രിയോനെ ക്യാരി ചെയ്യുന്നില്ല. സോ ദാറ്റ് അവർക്ക് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സിൻസ് ഫീമെയിൽ അത്ര ഹ്യൂജ് അല്ലെങ്കിൽ ബിഗ് ആവാൻ കാരണം അവർക്ക് നറിഷ്മെന്റ് എന്നുള്ള പേർപ്പസും കൂടി ഉള്ളത് കൊണ്ടാണ്. സോ ഇറ്റ് ഇസ് നോട്ട് അൺഈക്വാലിറ്റി. ക്ലിയർ? എംബ്രിയോ സാക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ പഠിക്കുമ്പോഴും നിങ്ങൾക്കറിയാം അതിൽ oogenesis അൺഈക്വൽ ഡിവിഷൻസ് ആണ് നടക്കുന്നത്. വൈ അൺഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്പേമിന് സൈറ്റോപ്ലാസം ഇല്ല അല്ലെ. ആ സൈറ്റോപ്ലാസത്തിനെ കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി സൈറ്റിൽ എന്തുള്ളത്, അത്രയും വലിയ ഒരു അബണ്ടന്റ് സൈറ്റോപ്ലാസം ഉള്ളത്. ക്ലിയർ? ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഒന്നിലേറെ പിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതിന് എന്താവാം, ഇത് ഫ്യൂസ്ഡ് ആവാം അല്ലെങ്കിൽ ഫ്രീ ആവാം. ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പേഴ്സും, ഫ്രീ ആണെങ്കിൽ എപ്പോകാർപ്പേഴ്സും. ഇതിൽ സിൻകാർപ്പേഴ്സിന്റെ എക്സാമ്പിൾ ആണ് പെപ്പേവർ. ഈ പെപ്പേവർ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ എന്തുണ്ട്, നിങ്ങൾക്ക് ഫിഗറിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതേ ടൈമിൽ നിങ്ങൾക്ക് എപ്പോകാർപ്പേഴ്സിന്റെ എക്സാമ്പിൾ ആണ് മൈക്കേലിയ. ഓൾറൈറ്റ്, ഓക്കെ. നൗ പിസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് പിസ്റ്റൽ ഹാസ് 3 പാർട്സ്. ഏതൊക്കെയാണ് ആ പാർട്സ് എന്ന് പറഞ്ഞേ? സ്റ്റിഗ്മ ഉണ്ട്, ലാൻഡ് പ്ലാറ്റ്ഫോം ആണ്, ഒരു തിൻ സ്ലെൻഡർ ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ട് വിച്ച് കാൺ സ്റ്റിഗ്മ ആൻഡ് ദ ഓവറി. ബേസിൽ പാർട്ട്, ബൾജ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് ഏതാ? ഓവറി അല്ലെ. ഈ ഓവറി എവിടെ റെസ്റ്റ് ചെയ്യുന്നത്? താലമസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്.
സോ ബേസിക്കലി ഒരു പിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര പാർട്സ് ഉണ്ട്? 3 പാർട്സ് ആണ് ഉള്ളത്. ഓക്കെ, നൗ the stigma serves as a landing platform for the pollen grains. ആണല്ലോ, pollen grains എവിടെ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുക? സ്റ്റിഗ്മയുടെ മേലിൽ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുക. The style is the elongated slender part beneath the stigma. സെക്കൻഡറി യൂസ് ആയിട്ടാണ് ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി ഉള്ള ഗ്രാഫിൻ ഫോളിക്കിളായി മാറുന്നത്. മോർ ആൻഡ് മോർ ഗ്രാനുലോസസ് സെൽസ് വന്ന് സറൗണ്ട് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി യൂസ് ആയിട്ട് എന്തായി മാറുക? ഇനീഷ്യലി ഏർലി സെക്കൻഡറി ഫോളിക്കിളിൽ ഉണ്ടാകുന്നത് സെക്കൻഡറി യൂസ് ആയിട്ടാണ്. ലേറ്റർ സെക്കൻഡറി യൂസ് ആയിട്ട് എന്തായി മാറുന്നു? ഗ്രാഫിൻ ഫോളിക്കിളായി മാറുന്നു. മോർ ആൻഡ് മോർ ഗ്രാനുലോസസ് സെൽസ് വന്നിട്ട് സെക്കൻഡറി ഫോളിക്കിൾസിന്റെ മേളിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ടൈമിലാണ് അത് എന്തായി മാറുന്നത്? ഗ്രാഫിൻ ഫോളിക്കിളായി മാറുന്നത്. ലേറ്റർ സ്റ്റേജിലാണ് സെക്കൻഡറി ഫോളിക്കിൾ ലേറ്റർ സ്റ്റേജിലാണ് ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി വരുന്നത്, ആൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ളത്. Alright? Okay. Now, the basal bulged part of the pistil is the ovary. Inside the ovary, അവിടെ എന്തുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ട് അല്ലേ? ഒരു ovarian cavity which is called as the locule. അല്ലേ? ഈ locule എന്തുണ്ട്? ഒരു cushion like tissue ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് placenta, and it is located inside the ovarian cavity. Okay. Now, നമുക്കറിയാം, നമ്മൾ ഡിഫറെന്റ് പ്ലാസന്റേഷൻസ് പഠിച്ചിട്ടില്ലേ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മറക്കാൻ പാടില്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് ആണ്. ഏതൊക്കെ പഠിച്ച്? ആക്സിൽ പഠിച്ചു, ഫ്രീ സെൻട്രൽ പഠിച്ചു, പെറൈറ്റൽ പഠിച്ചു, മാർജിനൽ പഠിച്ചു, ബേസിൽ പഠിച്ചു അല്ലേ? ഓൾറൈറ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഗാസ്പൊറാഞ്ചിയ. നമ്മൾ മെയിൽസിൽ എന്താ പഠിച്ചേ? മൈക്രോസ്പൊറാഞ്ചിയ ആണെങ്കിൽ ഫീമെയിൽസിൽ പറയുമ്പോൾ മെഗാസ്പൊറാഞ്ചിയ അല്ലേ? So, ഈ മെഗാസ്പൊറാഞ്ചിയ എവിടുന്ന് അറൈസ് ചെയ്യുന്നത്? They arise from the placenta. Actually, മെഗാസ്പൊറാഞ്ചിയ എന്താണ്? നമ്മളുടെ ovules ആണ് കേട്ടോ. So, ovules are called as a megasporangia. Alright? ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യാറോ? ഞാൻ ചോദിക്കുന്ന ടൈമിൽ ചാറ്റ് സെഷനിൽ നിങ്ങളും കമന്റ് അടിക്കാം, ആൻസേഴ്സ് കമന്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ആൻസേഴ്സ് വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്തോടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. ഓക്കെ, നൗ ഈ ഒരു ഓവറില് ദ നമ്പർ ഓഫ് ഓവ്യൂൾസ് എന്ന് പറഞ്ഞത് മേ ബി 1 ആവാം, മേ ബി മോർ ദൻ 1 ആവാം. ഫോർ എക്സാമ്പിൾ ഒരു ഓവറിൽ ഒറ്റ ഓവ്യൂൾ ഒരു എക്സാമ്പിൾ ആണ് വീറ്റ്, പാഡി, മാംഗോ. അതേ ടൈമിൽ നമുക്ക് ഒരുപാട് ഓവ്യൂൾസ് കാണാൻ പറ്റും, പപ്പായ, വാട്ടർമെലൺ ആൻഡ് ഓർക്കിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് ഓവ്യൂൾ അല്ലെങ്കിൽ ദ മെഗാസ്പൊറാഞ്ചിയം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഓവ്യൂൾ എന്താണ്? ഒരു സ്മോൾ സ്ട്രക്ചർ ആണ് അല്ലേ, which is attached to the placenta by means of a stalk called a funicle. നോക്കാം. See, ഇതാണ് നമ്മളുടെ എന്ത്? ഓവ്യൂൾ. ഓക്കെ, ഈ ഓവ്യൂള് ഇതാണ് പ്ലാസെന്റ എന്ന് വിചാരിച്ചോ. ഈ പ്ലാസെന്റയും ഈ ഓവ്യൂളിന്റെ ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് ഒരു ഫണ്ണിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ്. എവിടുന്നാണ് ഈ ഒരു ഫ്യൂണിക്കിൾ അറ്റാച്ച്ഡ് ആകുന്നത്? ഹൈലം എന്ന് പറയുന്ന ഈ ഒരു റീജിയനിൽ നിന്നാണ്. സി, വെയിറ്റ് എ സെക്കൻഡ് ഡാ. ഹൈലം എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ജംഗ്ഷൻ ആണ്. ആ റീജിയനിൽ വെച്ചിട്ടാണ് ബോഡി ഓഫ് ദ ഒവ്യൂളും പ്ലാസെന്റയും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക് കോൾഡ് ഫണിക്കിൾ അല്ലെങ്കിൽ ഫ്യൂണിക്കിൾ. ഇതാണ് ആ സ്റ്റോക്ക്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, ഇനി see, the ovule is a small structure which is attached to the placenta by means of a stalk, ഒരു തണ്ട് കൊണ്ട്, which is called the funicle. Now the body of the ovule fuses with the funicle in the region called the hilum. So hilum എന്താണ്? ആക്ച്വലി ഒരു ജംഗ്ഷൻ ആണ് അല്ലെ. നമ്മളുടെ പ്ലസന്റയും ബോഡി ഓഫ് ദ ഒവ്യൂൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ആണ് ഹൈലം. ആ ഹൈലത്തിൽ ഒരു തണ്ട്, ഒരു സ്റ്റോക്ക് വെച്ചിട്ട്, ഫ്യൂണിക്കിൾ ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് എന്താകുന്നത്? ആ ഒരു ഒവ്യൂൾ പ്ലാസെന്റയുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നത്. Thus, hilum represents the junction between the ovule and the funicle. Sorry, top.
Now, each ovule has one or two protective envelopes called the integuments. ഓരോ ഒവ്യൂളിനും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലേറെയോ എന്തുണ്ട്, പ്രൊട്ടക്റ്റീവ് എൻവെലപ്സ് ഉണ്ട്. പ്രൊട്ടക്റ്റീവ് എന്തുണ്ട്, എൻവെലപ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻറ്റിഗ്യുമെന്റ്സ്. ആക്ച്വലി ഈ ഒരു ഇൻറ്റിഗ്യുമെന്റ് ഈ ഒവ്യൂളിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ്. അതിന്റെ ടിപ്പിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ടിപ്പിൽ എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. ഓക്കെ. Integuments encircle the nucellus except at the tip where a small opening called the micropyle is organized. See, നമ്മളുടെ ഈ ഒരു പോർഷനിൽ ഇതാണ് നമ്മൾ ഒവ്യൂള്. ഇതെന്താണ്, ന്യൂസെല്ലസ് ആണ്. See, this is the nucellus. Nucellus ഒന്നുമല്ല, നമ്മൾ നോർമലി കാണുന്ന പാരൻകൈമാറ്റിക് സെൽസ് ആണ് പ്ലാന്റിൽ കാണുന്നത്, which has abundant food reserve material. ഒരുപാട് ഫുഡ് റിസർവ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഈ ഇൻറ്റിഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞത് ഈ ഒരു ന്യൂസിലസിന്റെ ഈ ഒരു ടിപ്പിൽ എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. മൈക്രോപൈൽ എന്നാണ് ആ ടിപ്പിന്, ആ ഒരു പോർഷനെ പറയാം. ഒവ്യൂളിന്റെ പ്ലാസന്റുമായി ഫേസ് ചെയ്യുന്ന ഒരു പോർഷനെ പറയുന്നതാണ് എന്ത്, മൈക്രോപൈലാർ പോൾ. മൈക്രോപൈലാർ പോൾ എന്ന് പറയും. ആ മൈക്രോപൈലാർ പോളിന്റെ ആ ടിപ്പിൽ കാണുന്ന ന്യൂസിലസിന് എന്ത് ചെയ്യുന്നില്ല, ഇൻറ്റിഗ്യുമെന്റ്സ് കവർ ചെയ്യുന്നില്ല. വെരി ഗുഡ്. ചലാസയാണ് അതിന്റെ ബേസൽ പോർഷനെ റിപ്രസെന്റ് ചെയ്യുന്നത്. Okay, see, now opposite the micropylar end, it is a chalaza representing the basal part of the ovule. Okay, now enclosed within the integument there is a mass of cell called the nucellus. നമ്മൾ ന്യൂസെല്ലസ് ആക്ച്വലി എന്താണ്, ഒരുപാട് സെൽസിന്റെ ഒരു കൂട്ടമാണ്. ഏത് സെൽസിന്റെ ആണ്, പാരൻകൈമാറ്റിക് സെൽസിന്റെ ഒരു കൂട്ടമാണ് കേട്ടോ. Now the cells of the nucellus have abundant reserve food materials. ഒരുപാട് ഫുഡ് റിസർവ് മെറ്റീരിയൽസ് ഉണ്ട്. Now, ഈ ഒരു ന്യൂസെല്ലസിന്റെ അകത്താണ് ആരുള്ളത്, നമ്മളുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഉള്ളത്. സോ ന്യൂസെല്ലസിന്റെ അകത്താണ് ആരുള്ളത്, എംബ്രിയോ സാക്ക് ഉള്ളത്. ഇനി ഒരു ഒവ്യൂളിന് പൊതുവെ ആണെങ്കിൽ ഒരൊറ്റ എംബ്രിയോ സാക്കായ ഉണ്ടാകുന്നത് ഫ്രം എ മെഗാസ്പോർ. ആൻഡ് ഒവ്യൂൾ ജനറലി ഹാസ് എ സിംഗിൾ എംബ്രിയോ സാക്ക് ഫോംഡ് ഫ്രം എ മെഗാസ്പോർ. ഒരു മെഗാസ്പോറിൽ നിന്നാണ് എന്തുണ്ടാവുക, എംബ്രിയോ സാക്ക് ഉണ്ടാവുക. സോ ജനറലി പറയുമ്പോൾ ഒരു ഒവ്യൂളിന് ഒരൊറ്റ എംബ്രിയോ സാക്കാണ് നമ്മൾ പറയപ്പെടുന്നുണ്ടാവുക. ഇതല്ലാത്ത കേസും ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസിലസ് അല്ല എൻഡോസ്പോം. ന്യൂസിലസ് എന്താണ്, ഒരു പാരൻകൈമാറ്റിക് സെൽസ് ആണ്, ഒരു മാസ് ഓഫ് സെൽസ്. കോക്കനട്ട് വാട്ടർ ന്യൂസെല്ലസ് ആണോ? അല്ല, കോക്കനട്ട് വാട്ടർ ന്യൂസെല്ലസ് അല്ല. എടാ, എൻഡോസ്പോം എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷന് വിധമായിട്ട് ഉണ്ടാകുന്നതല്ലേ എൻഡോസ്പോം. ന്യൂസെല്ലസ് എന്താണ്, നമ്മളുടെ ഒവ്യൂളിൽ കാണുന്ന ഒരു പാർട്ടാണ്, ഒരു പോർഷൻ ആണ്. അതിന്റെ അകത്താണ് എംബ്രിയോ സാക്കിനെ കാണുന്നത്. രണ്ടും വെവ്വേറെയാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ. നൗ ഇനി എന്താണ് മെഗാസ്പോറോജെനസിസ്? The process of formation of megaspores from the megaspore mother cell is called the megasporogenesis. Megaspore mother cells ൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാക്കുന്ന ഒരു ഫോർമേഷൻ, ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്, മെഗാസ്പോറോജെനസിസ്. ഓക്കെ. Now, ovules generally differentiate as a single megaspore mother cell. ഒരു ovule പൊതുവെ ഒരൊറ്റ സിംഗിൾ മെഗാസ്പോർ മദർ സെൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതും മൈക്രോപൈലാർ റീജിയനിൽ, ചലാസൽ റീജിയനിലല്ല. എവിടെയാണ്, മൈക്രോപൈലാർ റീജിയനിലാണ്. സി, കറക്റ്റായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മളുടെ എന്ത്, സി, ഇതാണ് നമ്മളുടെ ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിന്റെ അകത്താണ് എംബ്രിയോ സാക്ക് ഉള്ളത് അല്ലേ. ഇനി ഈ ന്യൂസെല്ലസിൽ നിന്ന് ഇവിടെ ഒരുപാട് സെൽസ് ഇല്ലേ, ഒരു ന്യൂസെല്ലാർ സെൽ എന്തായി മാറും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി മാറുന്നുണ്ട്, മെഗാസ്പോർ മദർ. ഇതൊക്കെ ന്യൂസെല്ലാർ സെൽസ് അല്ലേ. ഈ ഒരു ന്യൂസെല്ലാർ സെൽസ് എന്തായി മാറും, വൺ ടൈപ്പ് ഓഫ് ന്യൂസെല്ലാർ സെൽസ് ഒരു മെഗാസ്പോർ മദർ സെല്ലായി മാറി വലിയൊരു സെല്ലായി കാണും. ഓക്കെ. ഇനി ഈ ഒരു മെഗാസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞത് എന്താ ചെയ്യാ, ഓക്കെ. സോ ഈ ന്യൂസെല്ലസ് എന്ന വൺ ഓഫ് ദ ന്യൂസെല്ലസ് എന്തായി മാറുന്നു, വൺ ഓഫ് ദ ന്യൂസെല്ലാർ സെൽ എന്തായി മാറും, ഒരു മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നു. ആൻഡ് ഈ മെഗാസ്പോർ മദർ സെൽ മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർ ഡയാഡ് ആയി മാറും. സി,
ഒരു ന്യൂസെല്ലസ് ആയിരുന്നു, ഇത് 2 സെല്ലായി മാറി. ഇനിയും ഇത് മിയോസിസ് 2 നടന്നിട്ട് എന്താവും, ഒരു മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്യും. ഇതില് യൂഷ്വലി ഫസ്റ്റ് 3 ആയിട്ടുള്ള മെഗാസ്പോർ എന്താണ്, ഡീജനറേറ്റ് ചെയ്തു പോകും. കാരണം അതെന്തല്ല, ഫങ്ഷണൽ അല്ല, ദേ ആർ നോൺ ഫങ്ഷണൽ. നോൺ ഫങ്ഷണൽ ആയ ആൾക്കാർ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, അവരെന്തെങ്കിലും ഡീജനറേറ്റ് ചെയ്ത് പോകും. അതേ ടൈമില് ഫങ്ഷണൽ ആയിട്ട് അവർക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ മെഗാസ്പോറേ ഉണ്ടാവുള്ളൂ. ഈ മെഗാസ്പോർ ആണ് എന്തായി മാറുക, നമ്മളുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ എന്തായി മാറുന്നുണ്ട്, ആന്റിപോഡൽ സെൽസ് ആയിട്ടും എഗപാരറ്റസ് ആയിട്ടൊക്കെ മാറുന്നുണ്ട്. എടാ, മിയോസിസ് എന്ന് പറയുന്നതും മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മൈറ്റോസിസ് നടക്കുന്നത് നമ്മളെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്തിട്ട് പഴയ രീതിയിൽ നമ്മളുടെ ബോഡി സ്ട്രക്ചറിനെ കൊണ്ടുവരാനാണ്. സോ ദാറ്റ് മൈറ്റോസിസ് നടക്കുന്ന ടൈമിൽ ഇപ്പൊ നമ്മളുടെ എല്ലാ സെല്ലും എന്താണ്, ഡിപ്ലോയിഡ് ആണ് അല്ലെ. നമ്മളുടെ ഒരു പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. ആ പെയർ ഓഫ് ക്രോമസോം അഥവാ ഡിപ്ലോയിഡ് ആയിട്ട് തന്നെ ആയിരിക്കും എല്ലാ സെൽസിലും പ്ലോയിഡിറ്റി ഉണ്ടാവുക. ആ ഡിപ്ലോയിഡ് സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ എന്തിൽ നടക്കുള്ളൂ, മൈറ്റോസിസിൽ നടക്കുള്ളൂ. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇക്വേഷണൽ ഡിവിഷൻ ആണ്. വേറാസ് മിയോസിസ് എന്ന് പറഞ്ഞത് മെയിൻലി ഉണ്ടായിരിക്കുന്നത് ഗാമേറ്റ് ഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പ്ലോയിഡിറ്റി എന്താണ്, 2n, അഥവാ നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട് ആണല്ലോ. ഈ 46 ക്രോമസോം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ കുഞ്ഞുങ്ങളിലും അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒരേപോലെ ആയാലേ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ സ്പീഷീസിന്റെ അണ്ടറിൽ വരുള്ളൂ. നമ്മൾ ക്രോമസോം നമ്പർ മാറിക്കഴിഞ്ഞാൽ നമ്മളെ സ്പീഷീസ് എന്താവും, ആൾട്ടർനേറ്റീവ്ലി ചേഞ്ച്ഡ് ആവും അല്ലേ. സോ ദാറ്റ് നമ്മളുടെ ആ ഒരു സ്പീഷ്യസ് ക്രോമസോം നമ്പറിങ്, സ്പീഷ്യസിലുള്ള ക്രോമസോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഞാൻ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് എന്തുണ്ട്, ഒരു പെയർ ഓഫ് ക്രോമസോം, അല്ലെങ്കിൽ 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഇപ്പം എന്റെ ഫീമെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ എന്റെ എഗ് എന്താണ് 2n ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ ഹസ്ബൻഡിൽ നിന്ന് വരുന്ന സ്പേമിന്റെ പ്ലോയിഡിറ്റി 2n ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഈ ടോട്ടൽ എത്രയായി, 4n ആയില്ലേ. 2n എന്റെ എഗും 2n സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി, 4n ആയി അല്ലേ. ഇപ്പൊ 4 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും ക്രോമസോം, 46ൽ നിന്ന് മാറിയില്ലേ, 46ൽ നിന്ന് കൂടിയില്ലേ. അപ്പം അതൊരു ഹോമോസാപ്പിയൻ സ്പീഷീസിൽ വരുന്നതാണോ? അല്ല. സോ ആ ഒരു സ്പീഷ്യസിന്റെ ക്രോമസോം നമ്പറിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുന്നത്. മിയോസിസിൽ തന്നെ 2 ഉണ്ട്, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 ഡിപ്ലോയിഡ് ആയ സെൽ എന്തായി മാറും, ഹാപ്ലോയിഡ് ആയി മാറും. ഇനി മിയോസിസ് 2 ഈ ഡിപ്ലോയിഡ് ആയ സെൽ എന്തായി മാറി, ഹാപ്ലോയിഡ് ആയി മാറി. ഈ ഹാപ്ലോയിഡ് ആയ സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്തിൽ നടക്കുക, മിയോസിസ് 2 നടക്കുക. മിയോസിസ് 2 എന്താവില്ല, ഹാപ്ലോയിഡ് മാറിയിട്ട് ഹാഫ് ഹാപ്ലോയിഡ് ആകുന്നില്ല, പകരം ഈ ഹാപ്ലോയിഡ് ആയ സെൽ എന്തായി മാറുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെയിം ആസ് ദാറ്റ് ഓഫ് മൈറ്റോസിസ്. ക്ലിയർ ആയോ? ഓ, അപ്പൊ ന്യൂസെല്ലസ് ആണോ മെഗാസ്പോർ മദർ സെൽ ആവുക? അല്ല, ന്യൂസെല്ലസ് അല്ല മെഗാസ്പോർ മദർ സെൽ ആകുന്നത്. യെസ് സോറി ന്യൂസെല്ലസ് ആണ് മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നത്. ഞാൻ എംബ്രിയോസ് ആക്കാൻ എന്താ വിചാരിച്ചേ പെട്ടെന്ന്. ന്യൂസെല്ലസ് ആണ് വൺ ഓഫ് ദ മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ വൺ ഓഫ് ദ മെഗാസ്പോർ ആയിരിക്കും എന്താവുക, ഫങ്ഷണൽ ആയിരിക്കാം. ഇനി ഈ ഫങ്ഷൻ ആയിട്ടുള്ള മെഗാസ്പോർ എന്ത് ചെയ്യും അറിയോ, അവരുടെ ന്യൂക്ലിയസ്, ഈ മെഗാസ്പോറിൽ ഒരൊറ്റ ന്യൂക്ലിയസ് അല്ലേ ഉള്ളൂ. ഈ ന്യൂക്ലിയസ് എന്താകും, മിയോസിസ് എന്ന് പറഞ്ഞത് എന്താ നടക്കുന്നത് നിങ്ങൾ പറഞ്ഞേ. സോ ഓക്കെ, മൈക്രോബ്ലർ റീജിയൻ ഓഫ് ദ ന്യൂസെല്ലസ് ഇവിടെ കണ്ടോ. Ovules generally differentiate as a single megaspore mother cell. കാരണം ഒവ്യൂളിൽ ഒരു ഭാഗമാണ് ന്യൂസെല്ലസ് അല്ലേ, ഒവ്യൂളിൽ ഒരു ഭാഗമാണ് ന്യൂസെല്ലസ്. ഇൻ ദ മൈക്രോപൈല റീജിയൻ ഓഫ് ദ ന്യൂസെല്ലസ് എന്നല്ല പറയുന്നത്, വിച്ച് മീൻസ് ന്യൂസെല്ലസിലത്തെ മൈക്രോപൈല റീജിയനിൽ ന്യൂസെല്ലസ് ആണ് എന്തായി മാറുന്നത്, മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നത്. ഓക്കെ, നൗ ഈ മെഗാസ്പോർ മദർ സെൽ എന്താണ്, ഇറ്റ് ഇസ് എ ലാർജ് സെൽ കണ്ടെയ്നിങ് dense cytoplasm and a prominent nucleus. The megaspore mother cell undergoes meiotic അഥവാ റിഡക്ഷണൽ ഡിവിഷൻ. കിട്ടിയോ? അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, 4 മെഗാസ്പോർസ് ഫോം ചെയ്യുന്നത്.
multiply divide ആവും, which is mitosis. multiply നമ്പർ കൂടും, നമ്പർ ഓഫ് സെൽസ് കൂടുന്നതാണ് മൈറ്റോസിസ്. അതിൽ ഇപ്പം മുമ്പുള്ള സെല്ല് എങ്ങനെ ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് തന്നെ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുക. ഹാപ്ലോയിഡ് ആയ സെൽസ് ആണ് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഹാപ്ലോയിഡ് ആയ സെൽസ് തന്നെ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാവുക. അതെ, മൾട്ടിപ്ലൈ ആയി ഡിവൈഡ് ആവും. പക്ഷെ മിയോസിസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആവും. അങ്ങനല്ല. നീ ചോദിച്ചതിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെൽസ് കൂടാണ് ചെയ്യുക, ക്രോമസോം നമ്പർ ഒക്കെ സെയിം ആയിരിക്കും. മിയോസിസിന്റെ കേസിൽ പാരന്റിലുള്ള ക്രോമസോം എത്രയാണോ അതിന്റെ പകുതി മാത്രമേ കുഞ്ഞിലേക്ക് വരുള്ളൂ. ആൻഡ് ആ കുഞ്ഞുങ്ങളുടെ എണ്ണം രണ്ടാമത് മൾട്ടിപ്ലൈഡ് ആകും, സെയിം ആസ് ദറ്റ് ഓഫ് മൈറ്റോസിസ്. സോ മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, മൈറ്റോസിസ് ആണ്. മിയോസിസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, പാരന്റിലുള്ള ക്രോമസോം ഹാഫായി കുഞ്ഞുങ്ങളിൽ കാണുന്നു. നീ ചോദിക്കുന്ന സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പറയുമ്പം ഫസ്റ്റ് നടക്കുന്നത് ന്യൂക്ലിയർ ഡിവിഷൻ ആണ്. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിനു ശേഷമാണ് എന്ത് സംഭവിക്കുക, സൈറ്റോകൈനസിസ് സംഭവിക്കുന്നുണ്ടാവുക. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ. ഓക്കെ, നൗ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, അല്ലെങ്കിൽ അതിനെന്താ വിളിക്കാം, എംബ്രിയോ സാക്ക് എന്ന് വിളിക്കാം. സോ ഇൻ മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. സി ഒരു മിനിറ്റ്. സോ ഇതാണ് നമ്മൾ മെഗാസ്പോർ ടെട്ര. അത് ഇവിടുന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് നമ്മളുടെ മെഗാസ്പോർ ടെട്ര വിച്ച് ഈസ് ദ ഫങ്ഷണൽ. ഇതാണ് നമ്മളുടെ ഫങ്ഷണൽ ആയിട്ടുള്ള ആള്. ഇയാൾ എന്ത് ചെയ്യും അറിയോ, ഇയാൾ എന്താണ്, ഇയാളുടെ പ്ലോയിഡിറ്റി എത്ര ആയിരിക്കും? ഇപ്പം മിയോസിസ് നടന്നില്ലേ, മെഗാസ്പോർ 2N ആയിരുന്നു. ഇതിപ്പോ മിയോസിസ് 1, 2 നടന്ന് ഇവിടെ N, ഇതും N, ഇതും N, ഇതും N ആണ്. ഇനി ഇയാൾ എന്ത് ചെയ്യും അറിയോ, ഇയാള് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, എപ്പോഴും ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെൽ വാൾ ഫോർമേഷൻ നടക്കുള്ളൂ. കാരിയോകൈനസിസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സൈറ്റോകൈനസിസ് ഫോർമേഷൻ നടക്കുള്ളൂ. ഇവിടെ പൊതുവെ ഇവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ മാത്രം കാണുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആണ്. ബാക്കി അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നതിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രം ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ എന്തുണ്ടാകുന്നില്ല, സെൽ വാൾ ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. അത് മനസ്സിലാക്കി വെക്കുക. അത് ഇവിടെ മാത്രമാണ് സ്പെസിഫിക്കലി പറയുന്നുള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മളുടെ എന്താണിത്, മെഗാസ്പോർ അല്ലെ. വൺ ഓഫ് ദ ഫങ്ഷണൽ മെഗാസ്പോർ എന്താവും, മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഇനി ഈ ഒരു ന്യൂക്ലിയസ് വീണ്ടും മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 1, 2, ഇത് 2 ആകും, 3, 4. ഇയാളാണ് 2ആയി ഡിവൈഡ് ചെയ്യുന്നത്, ഇയാളും 2ആയി ഡിവൈഡ് ചെയ്യും. ഇനി ഇതിൽ നിന്നും ഓരോന്ന്, ഇതിൽ നിന്നും വേറെ ഉണ്ടാവും, ഇതിൽ നിന്നും വേറെ ഉണ്ടാവും, മൊത്തം അവിടെ 4, ഇവിടെ 4. ഇനി ഇതിൽ നിന്ന് ഒരു ന്യൂക്ലിയസ് ഇവിടുന്ന് താഴത്തേക്കും, അതേപോലെ മൈക്രോ പൈലർ എൻഡിൽ നിന്ന് ഒന്ന് മേളിലേക്കും വരും. അങ്ങനെ 2 ന്യൂക്ലിയസ് സെൻട്രലിൽ ഉണ്ടാകും. 3 ന്യൂക്ലിയസ് എവിടെ ഉണ്ടാവും, ചെലാസൽ എൻഡിലും ഉണ്ടാകും, മൈക്രോ പൈലർ എൻഡിലും ഉണ്ടാവും. ഇത് ക്ലിയർ ആയോ? മെഗാസ്പോർ മദർ സെൽ എന്താണ്, ഹാപ്ലോയിഡ് ആണ്. അത് മൈറ്റോട്ടിക്കലി അഥവാ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ന്യൂക്ലിയസ് മൾട്ടിപ്ലൈഡ് ആവും. ആദ്യം 2 പിന്നെ 4. ആദ്യം 2, ഇതിൽ നിന്ന് വീണ്ടും 2 ഉണ്ടാകും, ഇതിൽ നിന്ന് വീണ്ടും എന്താകും, 1 ഉണ്ടാവും. അങ്ങനെയാണ് ഇത് 4 ആകുന്നത്. ഇതിൽ നിന്ന് 2, ഇതിൽ നിന്നും 2. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു 8 ന്യൂക്ലിയസ് ഉണ്ടാകുമ്പം ഇതിൽ നിന്ന് ചെലാസൽ എൻഡിൽ നിന്ന് ഒന്ന് സെൻട്രലിലേക്കും മൈക്രോപൈലർ എൻഡിൽ നിന്ന് ഒന്ന് സെൻട്രലിലേക്ക് വരുമ്പോഴാണ് 2 പോളാർ ന്യൂക്ലിയൈ സെൻട്രലിൽ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ? നിങ്ങൾക്കൊരു ഉഷാറില്ല കേട്ടോ, ഉഷാറായേ? ഓക്കെ, now in female gametophyte, in a majority of flowering plants, one of the megaspore is functional while the other 3 degenerate. Functionally എന്താണ് degenerate ചെയ്ത് പോകണം. So that there is only one functional megaspore that develops into the female gametophyte അഥവാ embryo sac. This method of embryo sac formation from a single megaspore, അല്ലേ, ഒരൊറ്റ മെഗാസ്പോറിൽ നിന്നല്ലേ ഒരൊറ്റ embryo sac ഉണ്ടാകുന്നത്. So that development is called as monosporic development. കിട്ടിയോ? Okay, now let us study about the formation of the embryo sac in detail. ഇതാണ് നമ്മളുടെ embryo sac. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, ലൈൻ ബൈ ലൈൻ നമുക്ക് നോക്കാം. Now, the nucleus of the functional megaspore divides mitotically. അഥവാ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? ആദ്യം രണ്ടായി ഡിവൈഡ് ചെയ്തു to form two nuclei which move to the opposite poles. ഓപ്പോസിറ്റ് പോൾസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ന്യൂക്ലിയർ എന്ത് ചെയ്യും? വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യും, ഫോമിംഗ് ദ 2 nucleate embryo sac. Now, ഈ 2 nucleate embryo sac ഒരു ന്യൂക്ലിയസിൽ ഒരു പോളില്, ഒരു ന്യൂക്ലിയസിൽ ഒരു പോളില്. ഇനി ഓരോ ന്യൂക്ലിയസ് എന്താ വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 എണ്ണം ആവും അല്ലെ, 2 എണ്ണം മേളില് 2 എണ്ണം താഴെ. ഈ താഴെ മേളില് 2 ന്യൂക്ലിയസ് എന്താ വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അങ്ങനെ 8 ന്യൂക്ലിയസ് സ്റ്റേജ് ആവും. അപ്പം സീക്വൻഷ്യലി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു മൈറ്റോസിസ് നടന്നു, അതിനുശേഷം വേറെ ഒരു മൈറ്റോസിസ് നടന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടോ, സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ന്യൂക്ലിയർ ഡിവിഷനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, which result in the formation of the 4 nucleate and later the 8 nucleate. Okay, stages of the embryo sac. See, now it is of interest to note that, these mitotic divisions are strictly free nuclear. Free nuclear കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ ബൈ ന്യൂക്ലിയസ് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ്, വിച്ച് മീൻസ് ഉടനെ ന്യൂക്ലിയർ ഡിവിഷൻസ് കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിക്കുന്നില്ല? സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നത്. ഇത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ മാത്രം കാണുന്ന ഒരു സ്പെസിഫിക് കേസാണ്. നോർമൽ കേസുമായിട്ട് എന്ത് ചെയ്യണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, now that is nuclear divisions are not followed immediately by cell wall formation. Now, after the 8 nucleate stage, cell walls are laid down, leading to the organization of the typical female gametophyte or embryo sac. Now, observing the distribution of cells inside the embryo sac, there are 6 of the 8 nuclei surrounded by the cell walls. 8 nuclei ഉണ്ട് മൊത്തത്തിൽ. അതിൽ 6 മാത്രമേ എന്തുള്ളൂ? സെൽ വാൾസ് ഉള്ളൂ. ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ ടു സെൽസ്. അപ്പം ആ സെൽ വാൾ ഉള്ളത് മാത്രം എന്താവുള്ളൂ? 6 സെൽസായി മാറും. ആ റിമൈനിങ് ആയിട്ടുള്ള 2 ന്യൂക്ലിയൈ എന്താകുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. അത് എവിടെ ഉണ്ടാകും? which are situated below the egg apparatus in the large central cell. egg apparatus below ആണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. എവിടെ? ലാർജ് സെൻട്രൽ സെല്ലിൽ. യെസ്, കാരിയോകൈനസിസ് ആണ് ഇത്. ഓക്കെ, now there is a characteristic distribution of the cells within the embryo sac. നമ്മൾ ആൻജിയോസ്പേംസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എംബ്രിയോ സാക്കിൽ അതിന്റെ സെൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? കുറച്ചൊരു പെക്യുലാരിറ്റി കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 cells are grouped together at the micropylar end and constitute the egg apparatus. So egg apparatus എവിടെ കാണാം? micropylar എൻഡിലാണ്. അവിടെ 3 cells ഉണ്ടാവും. The egg apparatus നോക്കുമ്പോൾ in turn consists of 2 synergids and 1 egg cell. egg apparatusൽ ഒരു egg cell ഉണ്ട്, 2 synergids ഉണ്ട്. ഇനി ഈ synergidsൽ എന്തുണ്ട്? സ്പെഷ്യൽ സെല്ലുലാർ തിക്നിങ്സ് ഉണ്ട് at the micropylar tip called the filiform apparatus, which plays an important role in guiding the pollen tubes into the synergid. 3 cells are at the chelazal end and are called as the antipodals. The large central cell, as mentioned earlier, has 2 polar nuclei. Thus, a typical angiosperm in the embryo sac നോക്കുമ്പോൾ at maturity, though 8 nucleate is 7 celled. അവര് മൊത്തത്തിൽ 8 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ പോലും അവർ 7 സെൽഡ് ആണ് എന്നാണ് പറയാ എപ്പം ഒരു എംബ്രിയോ സാക് അതിന്റെ മെച്ചൂരിറ്റിയിൽ എത്തുമ്പോൾ. ക്ലിയർ ആണോ? ഞാൻ ഹൗസ് സർജൻ ആണ്. ഓക്കെ, സോ ചെലാസൽ എൻഡിൽ നമുക്ക് 3 സെല്ലുണ്ട് ആൻഡ് മൈക്രോപൈലാർ എൻഡിൽ നമുക്ക് 3 സെല്ലുണ്ട്, ഒരു എഗ് അപ്പാരറ്റസ്, 2 സിനർജിഡ്സ്. ഇത് ഈ 2 പോളാർ ന്യൂക്ലിയനെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ഒരൊറ്റ സെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോണോസ്പോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മെഗാസ്പോറിൽ നിന്ന് ഒരൊറ്റ എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നുള്ളൂ. കാരണം മൊത്തം 4 മെഗാസ്പോർ ഉണ്ട്. 3 മെഗാസ്പോർ ഡീജനറേറ്റ് ചെയ്ത് പോയി 1 മാത്രമേ എന്താണ് ഫങ്ഷണൽ ആയിട്ടുള്ളൂ. ആ ഫങ്ഷണൽ ആയി നിന്നതിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നുള്ളൂ. 7 സെൽസ് ഉള്ള 3 എണ്ണമാണോ ആന്റിപോഡൽസ്? അങ്ങനെയല്ലടാ. നോക്ക്, ഇതിപ്പോ 3, ഇത് 1 2 3 3 സെൽസ് ആയി. ഇവിടെയും 4 5 6.
ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഒറ്റ സെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ A സെല്ലും 8 ന്യൂക്ലിയസും 1 2 3 ന്യൂക്ലിയസ് 4 ന്യൂക്ലിയസ് 5 6 7 8. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെയിൽ ഗാമേറ്റിന്റെ ഫോർമേഷൻ പഠിച്ചു. മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവുക. ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്കിൽ നമ്മൾ എന്തുണ്ട്, എഗ് ഉണ്ട്, അഥവാ ഫീമെയിൽ ഗാമറ്റ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി ഇപ്പൊ ഇവരുണ്ടായി അല്ലെ, നമുക്കറിയാം നമ്മളുടെ പോളൻ ഗ്രെയിൻസിനായാലും അതേപോലെ എഗ്ഗിനായാലും അവർക്ക് നടക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് സീലിയേറ്റഡ് മൂവ്മെന്റ് ഇല്ല, ഫ്ലെജലാർ മൂവ്മെന്റ്സ് ഒന്നുമില്ല. അപ്പം അവർക്ക് പോളിനേഷൻ ഫെർട്ടിലൈസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ ആര് വന്ന് വീഴണം, പോളൻ ഗ്രെയിൻ ആയിട്ടുള്ള മെയിൽ ഗാമറ്റോഫൈറ്റ് വന്നിട്ട് അവിടെ ലാൻഡ് ചെയ്യണം. സോ അതിനെങ്ങനെ ലാൻഡ് ചെയ്യാനാ നോക്കുന്നത്. പോളിനേഷൻ നമുക്ക് പല തരത്തിൽ നമുക്കറിയാം അല്ലെ. സോ എന്താണ് പോളിനേഷൻ എന്ന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് there is a production of pollen grains and embryo sac respectively. Now as both types of gametes are non-motile, endana they are non-motile. So fertilization നടക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് വരണം, രണ്ട് ഗാമീറ്റ്സ് ടുഗെദർ ആയിട്ട് വരണം. സോ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു മെക്കാനിസം ആണ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. ദിസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സിനെ ടുഗെദർ ആയി നീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്യാം. ഓക്കെ, now transfer of a pollen grain which is shed from the anther to the stigma of a pistil is termed as pollination. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് പല ടൈപ്പ് ഓഫ് എന്താണ് അഡാപ്റ്റേഷൻസ് ഉണ്ട് പോളിനേഷൻസ് അച്ചീവ് ചെയ്യാൻ. ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിന്റെ സോഴ്സ് എവിടെ നിന്നാണ് പോളൻ ഗ്രെയിൻ ഉൽപാദനപ്പെടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോളിനേഷൻ മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. അതെ, ബേസിക്കലി മെയിൽസ് മോട്ടൈൽ ആവാറുണ്ട്, പക്ഷെ പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ് മോട്ടൈൽ അല്ല. ഓക്കെ, കാരണം പ്ലാന്റ്സ് എന്തല്ല മോട്ടൈൽ അല്ല. പ്ലാന്റ്സ് നടക്കുന്നുണ്ടോ, പ്ലാന്റ്സിന് ലോക്കോമോഷൻ ഉണ്ടോ, ഇല്ല. ഓക്കെ, നൗ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ. ഓക്കെ, സോ 3 ടൈപ്സ് ആണ്, ഓട്ടോഗമി, ഗൈറ്റ്നോഗമി ആൻഡ് സീനോഗമി. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി സെൽഫ് പോളിനേഷൻ ആട്ടോ. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് പോളിനേഷൻ. ഇൻ ദിസ് ടൈപ്പ് പോളിനേഷൻ ഈസ് അച്ചീവ്ഡ് വിത്തിൻ ദ സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിലാണ്, ഒരൊറ്റ ഫ്ലവറിലാണ് എന്ത് നടക്കുന്നത്, പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഒറ്റ ഫ്ലവറിൽ പോളിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് വേണം, സ്റ്റേമനും വേണം, അതേപോലെ തന്നെ എന്താ വേണ്ടേ, സ്റ്റേമൻ അല്ല, സ്റ്റേമനും വെച്ചാൽ ആന്തറും സ്റ്റിഗ്മയും ഒരേ ഫ്ലവറിൽ ഉണ്ടാകണം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഒരേ പൂവിലുള്ള സ്റ്റിഗ്മയ്ക്ക് എന്ത് വരണം, ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വരണം. In a normal flower which opens and exposes the anthers and the stigma, complete autogamy is rather rare. അല്ലെ, ഒരു ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവർ ആണെങ്കിൽ അതിന്റെ ആന്തർ എക്സ്പോസ്ഡ് ആണ്, സ്റ്റിഗ്മ എക്സ്പോസ്ഡ് ആണ്. അങ്ങനെ എക്സ്പോസ്ഡ് ആയിരിക്കുമ്പോൾ മേ ബി വേറെ ഫ്ലവറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോളൻ ഗ്രെയിൻസ് വരാം, വേറെ പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഇങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ സെയിം പ്ലാന്റിലുള്ള ബൈസെക്ഷൽ ഫ്ലവർ അഥവാ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടുള്ള ഫ്ലവറിൽ നിന്നും എന്ത് വരാം, പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിലേക്ക് വരാം. സോ എക്സ്പോസ് ആയ ഫ്ലവറിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ഓട്ടോഗമി എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര റെയർ ആണ്. Okay, now autogamy in such flowers require synchrony in pollen release and stigma receptivity. അല്ലെ, സോ ഇങ്ങനത്തെ ഫ്ലവേഴ്സിൽ അഥവാ എന്താ പറയുക എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫ്ലവറിൽ ഓട്ടോഗമി നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്ലവറിലുള്ള സ്റ്റിഗ്മ റിസപ്റ്റീവ് അല്ലെങ്കിൽ റിസപ്റ്റീവ് ആകുന്നതും സെയിം പ്ലാന്റിൽ നിന്നുള്ള ബൈസെക്ഷൽ ഫ്ലവറിനുള്ള പോളൻ ഗ്രെയിൻ ഈ ഒരു സ്റ്റിഗ്മത്തെ ഈ ഒരു ഫ്ലവറിന്റെ സ്റ്റിഗ്മേന്റെ മേളിൽ വീഴും തമ്മിൽ എന്താണ് ഒരു സിൻക്രണി, ഒരു എന്താ പറയാ ഒരു റിത്തം പോലെ അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ആവണം, എന്നാൽ മാത്രമേ ഓട്ടോഗമി നടക്കുള്ളൂ. ഓക്കെ, okay, and also the anthers and stigma should not lie close to each other so that the self pollination can occur. അപ്പം ഒരു എക്സ്പോസ്ഡ് ആയ ഫ്ലവറിൽ ഓട്ടോഗമി നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, എന്താ സംഭവിക്കണ്ടേ, നിങ്ങൾ പറഞ്ഞേ. ഓട്ടോഗമി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും എന്താവണം, ഒരു സിൻക്രണി ഉണ്ടാവണം. അതേപോലെ തന്നെ അവർ ക്ലോസ് ടു ഈച്ച് അതർ ആയിട്ട് വേണം നിൽക്കാൻ.
ഓക്കെ. ഇനി സം പ്ലാന്റ്സ്, ചില പ്ലാന്റ്സ് ഉണ്ട്, ആ പ്ലാന്റ്സിൽ ഇപ്പൊ ലൈക്ക് വയോള, കോമലിന, ഓക്സാലിസ്, ഇവരെന്ന് പറയുമ്പോൾ ഇവർക്ക് 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഒരേ പ്ലാന്റിൽ 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാകും. ആ ഫ്ലവേഴ്സ് ആണ് ഒന്ന് കാസ്മോഗാമസ് ഫ്ലവറും ഒന്ന് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും. ഈ കാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഫ്ലവേഴ്സിനെ പോലെ തന്നെയാണ് മറ്റ് സ്പീഷീസിന്റെ. അവർക്ക് എക്സ്പോസ് ആന്തേഴ്സ് ഉണ്ടാവും, സ്റ്റിഗ്മ ഉണ്ടാവും. Whereas ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് നോക്കുമ്പോൾ അവരുടെ ഫ്ലവർ ഓപ്പൺ ആവേ ഇല്ല, അവരെപ്പോഴും ക്ലോസ്ഡ് ആണ്. അപ്പം ക്ലോസ്ഡ് ആയ ഫ്ലവറിൽ എന്താ ഉണ്ടാവുക, അവരുടെ ആന്തറും സ്റ്റിഗ്മ എപ്പോഴും ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് ആ ഒരു ഉറപ്പായിട്ടും സെൽഫ് പോളിനേഷൻ അഥവാ ഓട്ടോഗമി ആയിരിക്കും നടക്കുന്നുണ്ടാവുക, അല്ലേ? ഓക്കെ, സി ഇതാണ് നമ്മളെ കാസ്മോഗാമസ് ഫ്ലവർ. ഇത് എക്സ്പോസ് ആയതുകൊണ്ട് ആന്തറും പുറമേക്ക് കാണാം, സ്റ്റിഗ്മയും പുറമേക്ക് കാണാം. ഇതും എന്താണ്, ഒരു ഫ്ലവർ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ്. ഇത് എന്താണ്, ക്ലോസ്ഡ് ആണ്. സോ ഈ ഒരു ഫ്ലവറിന്റെ ആന്തർ ഡെഹിസൻസ് കാണിക്കുമ്പോൾ അതിന്റെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്തിട്ട് ആ പോളൻ ഗ്രെയിൻസ് വീഴാൻ പോകുന്നത് ഇതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയുടെ മേലിലാണ്. വിച്ച് മീൻസ് അവിടെ ഇൻവേരിയബിളി ഒരു മാറ്റവും ഇല്ലാണ്ട് നടക്കാൻ പോകുന്നത് സെൽഫ് പോളിനേഷൻ ആയിരിക്കും. കിട്ടിയോ? ഓൾറൈറ്റ്, ഓക്കെ. സി in such flowers the anthers and stigma, ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്, ക്ലീസ്റ്റോഗാമസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടോ. they lie close to each other. Now when anthers dehisce in the flower buds, pollen grains come in contact with the stigma to effect pollination. Thus cleistogamous flowers are invariably autogamous as there is no chance of cross pollen landing on the stigma. ഈ ഫ്ലവർ വിരിഞ്ഞാൽ മാത്രമല്ലേ ഇവിടെ നിന്നുള്ള ഫ്ലവറിനോ അല്ലെങ്കിൽ മറ്റ് ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻ ഇതിന്റെ മേലിൽ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇൻവാരിയബിളി ഓട്ടോഗമി എന്ന് പറയുന്നത്. Now cleistogamous flowers produce assured seed set even in the absence of pollinators. ഇവർക്ക് പോളിനേറ്റേഴ്സ് വേണം നിർബന്ധമൊന്നുമില്ല, ഉറപ്പായിട്ട് അവിടെ സെക്ഷുവൽ റിപ്രഡക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സീഡ് സെറ്റ്സ് എന്താണ്, അഷ്യോർഡ് ആണ്. ഓക്കെ, കമ്മിങ് ടു ഗെയ്നോഗമി. ഗെയ്നോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൽ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും അല്ലെ, ഒരേ പ്ലാന്റിലെ ഡിഫറെന്റ് ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ ആണ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗെയ്നോഗമി. ഓൾസോ ഗെയ്നോഗമി എന്താണ്, ഫങ്ഷണലി മാത്രം, പ്രവർത്തനത്തിൽ മാത്രമാണ് എന്താണ്, ക്രോസ് പോളിനേഷൻ കാണിക്കുന്നുള്ളൂ. പക്ഷെ ജനറ്റിക്കലി ഇറ്റ് സിമിലർ ടു ഓട്ടോഗമി. ഇവർക്ക് എന്ത് വേണം, ഒരു പോളിനേറ്റിംഗ് ഏജന്റ് വേണം. കാരണം ഒരു പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡത്തെ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിന് ഇപ്പുറത്തെ സൈഡിലുള്ള ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു പോളിനേറ്റിംഗ് ഏജന്റ്, ഒന്നെങ്കിൽ കാറ്റോ അതല്ലെങ്കിൽ അനിമൽസ് എന്തെങ്കിലും വേണ്ടി വരും. ഓക്കെ, ഇറ്റ് ഈസ് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി സിൻസ് ദ പോളൻ ഗ്രെയിൻസ് കംസ് ഫ്രം ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിന്റെ ഫ്ലവേഴ്സിന് തമ്മിലാണ് എന്ത് നടക്കുന്നത്, പോളിനേഷൻ നടക്കുന്നത്. യെസ്, സെയിം ആസ് ഓട്ടോഗമി. നൗ സീനോഗമി. സീനോഗമി എന്ന് പറഞ്ഞത് ഇതിൽ മാത്രമാണ് എന്ത് നടക്കുന്നുള്ളൂ, ജനറ്റിക്കൽ വേരിയേഷൻസ് കാണുള്ളൂ. കാരണം ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെന്റ് പ്ലാന്റ്. ഒരേ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സ് തമ്മിലല്ല പോളിനേഷൻ നടക്കുന്നത്, പകരം സെയിം സ്പീഷീസിലുള്ള ഡിഫറെന്റ് പ്ലാന്റ്സ് തമ്മിലാണ്. ഓക്കെ, ഒരു മെയിൽ എന്താ പറയുക, ഒരു ഡിഫറെന്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എ പ്ലാന്റ് ആണ്, ഇത് ബി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും ബി പ്ലാന്റിലുള്ള ഫ്ലവറിൽ സ്റ്റിഗ്മേന്റെ മേളിൽ വന്ന് വീഴുന്നുണ്ടാവാം. സോ അവിടെ എന്ത് കാണിക്കുന്നുണ്ട്, ജനറ്റിക്കലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും സ്റ്റിഗ്മേന്റെ മേളിൽ വരുന്നുണ്ടാവുക. ജനറ്റിക്കൽ ഡിഫറൻസസ് കാണിക്കുന്നുണ്ടാവും, വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാവും. So this is the only type of pollination which during pollination brings genetically different types of pollen grains to stigma. Okay. Now agents of pollination. അല്ലെ, ഏജൻസ് ഓഫ് പോളിനേഷൻസ്. അപ്പൊ നമുക്ക് പോളിനേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏജൻസ് വേണം അല്ലെ, കാരിയേഴ്സ് വേണം. പ്ലാന്റ്സിന് 2 അബയോട്ടിക് ഏജൻസ് ഉണ്ട്, ഒരു ബയോട്ടിക് ഏജൻസ് ഉണ്ട്. ഏജൻസ് ഓഫ് പോളിനേഷൻ നമുക്ക് 2 ടൈപ്സ് ആണെന്ന് പറയാം, ബയോട്ടിക് ഉണ്ട്, അബയോട്ടിക് ഉണ്ട്. അബയോട്ടിക് 2 ടൈപ്സ് ആണ്, ബയോട്ടിക് 1 ടൈപ്പ് ആണ്. അബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി either wind or water. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് എന്തായിരിക്കും, എനിമൽസ് ആവും. ടു അച്ചീവ് പോളിനേഷൻ. ഇനി മെജോറിറ്റി ഓഫ് ദ പ്ലാന്റ്സ് എന്തിനാ യൂസ് ചെയ്യുക, ബയോട്ടിക് ഏജൻസിനാണ് യൂസ് ചെയ്യുക ഫോർ പോളിനേഷൻ. വളരെ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് പ്ലാന്റ്സ് മാത്രമേ എന്തിനു യൂസ് ചെയ്യുന്നുള്ളൂ, അബയോട്ടിക് ഏജൻസിന് യൂസ് ചെയ്യുന്നുള്ളൂ. Now pollen grains coming in contact with the stigma is a chance factor in both wind and water pollination. അല്ലെ, വിൻഡ് വഴിയോ വാട്ടർ വഴിയോ പോളിനേഷൻ നടക്കുമ്പോൾ ഒരു ചാൻസ് ആണ്, കിട്ടിയാ കിട്ടി പോയാ പോയി. അപ്പം ആ അങ്ങനെ കിട്ടേണ്ട രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പോളൻ ഗ്രെയിൻസിന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ.
കിട്ടി പോയാൽ പോയി എന്നാണ്, ചാൻസ് ഫാക്ടർ ആണല്ലോ. അപ്പൊ ഒരുപാട് എണ്ണം ഫോം ചെയ്താലേ ഏതെങ്കിലും ഒന്ന് വന്നിട്ട് എന്തേ ഉള്ളൂ, പോളിനേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. So to compensate for this uncertainties and associated loss of pollen grains, the flowers produce enormous amount of pollen when compared to the number of ovules available for pollination. അല്ലെ, ഫീമെയിൽസിൽ അല്ലെങ്കിൽ എന്താ പറയാ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലുള്ള നമ്പർ ഓഫ് ഓവ്യൂൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കണക്കിന് പോളൻ ഗ്രെയിൻസ് വരണം. എന്നാൽ മാത്രമേ ഈ ഒരു വിൻഡ് വഴിയോ വാട്ടർ വഴിയോ പോളിനേഷൻ നടക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോളിനെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരൊറ്റ ഒവ്യൂളിനെ അല്ലെങ്കിൽ ഒന്നിലേറെയുള്ള ഒവ്യൂൾസിനെ പോളിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, പ്രിഫർ ചെയ്യാത്തത്. ഓൾറൈറ്റ്, കമ്മിങ് സെഷൻസിൽ ഞാൻ പറഞ്ഞുതരാം അത് എന്താണെന്നുള്ളത്. ഇനി പോളിനേഷൻ ബൈ വിൻഡ് ഇസ് എ മോർ കോമൺ amongst the abiotic pollinations. വാട്ടർ പോളിനേഷനെക്കാട്ട് ഏറ്റവും കൂടുതൽ കോമൺ ആയി കാണാൻ പറ്റിയ ഏതാണ്, വിൻഡ് പോളിനേഷൻ ആണ്. വിൻഡ് പോളിനേഷൻ ഓൾസോ റിക്വയർസ് ദാറ്റ് ദ പോളൻ ഗ്രെയിൻസ് എന്താവണം, ലൈറ്റ് വെയിറ്റ് ആവണം, നോൺ സ്റ്റിക്കി ആവണം. എന്നാൽ മാത്രമേ ആ എയർ കറൻസ് വഴി പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്പോർട്ട് ആകാൻ പറ്റുള്ളൂ. ഇനി they often possess well exposed stamens. സ്റ്റേമൻസ് നന്നായി എക്സ്പോസ് ആയാൽ മാത്രമല്ലേ ആ സ്റ്റേമൻസ് നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എയർ കറൻസിലേക്ക് പാസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് പോളൻസ് ആർ ഈസിലി ഡിസ്പേഴ്സ്ഡ് ഇൻടു വിൻഡ് കറൻസ് ആൻഡ് ലാർജ് ഓഫൻ ഫെദറി സ്റ്റിഗ്മ ടു ഈസിലി ട്രാപ്പ് എയർ ബോൺ പോളൻ ഗ്രെയിൻസ്. അപ്പൊ സ്റ്റിഗ്മ എന്താവണം, ഭയങ്കര ലെങ്ത് ഉള്ളതാവണം, ലാർജ് ആവണം, ഫെദറി ആവണം. എന്നാൽ മാത്രമേ കാറ്റിൽ വരുന്ന ആ ഒരു പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. Now, wind pollinated flowers often have a single ovule in each ovary and numerous flowers packed into an inflorescence. A familiar example എന്നാണ് എന്ത്, കോൺ ടേസൽ, കോൺ കോബ്. ആ കോൺ കോബിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് യെല്ലോ കളർ ത്രെഡ് കാണാം. അത് ആക്ച്വലി എന്താണ്, നമ്മളുടെ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ആണ് കേട്ടോ. കിട്ടിയോ? ഓക്കെ. Now, wind pollination is quite common in the grasses. ഗ്രാസസിലാണ് കുറച്ചും കൂടി കോമൺ ആയി നമുക്ക് എന്ത് കാണാൻ പറ്റുക, വിൻഡ് പോളിനേഷൻ കാണാൻ പറ്റുക. ഇനി പോളിനേഷൻ നമുക്ക് ബൈ വാട്ടർ നോക്കുകയാണെങ്കിൽ ക്വൈറ്റ് റെയർ ആണ്. അത് നമുക്ക് കാണാൻ പറ്റും, ലിമിറ്റഡ് ആയിട്ടുള്ളത് ഒരു 30 ജനറലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കൂടുതലും അത് കാണപ്പെടുന്നത് മോണോകോട്സിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് തോന്നും, നമ്മൾ ഈ പഠിച്ച ആൽഗി, ബ്രയോഫൈറ്റ്സ്, അതുപോലെ ടെറിഡോഫൈറ്റ്സ്, ഇവർക്കൊക്കെ എന്ത് വേണം, വാട്ടർ വേണം. അത് എന്തിനാ വെച്ചാൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്ടർ വേണം. എന്നാൽ മാത്രമേ അവർക്ക് മെയിൽ ഗാമറ്റിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? സോ ഇവിടെ നമുക്ക് ഒരു ഡൗട്ട് വരും, അതും ഇതും തമ്മിൽ എന്താ ഒരു ബന്ധം? അത് ആക്ച്വലി പോളിനേറ്റ് ചെയ്യല്ല, മെയിൽ ഗാമറ്റിനെ എന്ത് ചെയ്യാണ്, അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർക്ക് വാട്ടർ എസെൻഷ്യൽ ആണ്. അത് വേ, ഇത് റേ, രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ ആ ഒരു വാട്ടറിന് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് വാട്ടറിന്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവരെ ചില റീജിയനിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നത്. വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇനി സം എക്സാമ്പിൾസ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ആണ് ഏതൊക്കെ, വാലിസ്നേറിയ ആൻഡ് ഹൈഡ്രില്ല. ഇത് നമ്മൾ കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിലാണ്. ആൻഡ് മെറൈൻ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ് സീ ഗ്രാസസ് ആയിട്ടുള്ള സോസ്ട്ര. ഇനി എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും പോളിനേഷൻ നടത്തുന്നത് എന്ത് വഴിയല്ല, വാട്ടർ ഉപയോഗിച്ചിട്ടല്ല. മെജോറിറ്റി ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് സച്ച് ആസ് വാട്ടർ ഹയാസിൻ ആൻഡ് വാട്ടർ ലില്ലി, ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഫ്ലവർ വെള്ളത്തിന്റെ മേലേക്ക് എമേർജ് ചെയ്യും. ഫ്ലവേഴ്സ് എമേർജ് അബൌട്ട് ദ ലെവൽ ഓഫ് വാട്ടർ ആൻഡ് ആർ പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് ഓർ വിൻഡ് ആസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് പ്ലാന്റ്സ്. നമ്മൾ ലാൻഡിൽ കാണുന്ന പ്ലാന്റ്സിനെ പോലെ തന്നെ മെജോറിറ്റി ഓഫ് കേസസിൽ എന്താണ്, വിൻഡോ അല്ലെങ്കിൽ ഇൻസെക്ട് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, പോളിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ? Now, in Vallisneria, the female flower, Vallisneria എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിൽ കാണുന്നതാണ്. ഈ ഫീമെയിൽ ഫ്ലവർ എങ്ങനെ അറിയോ, അതിങ്ങനെ കോയിൽഡ് ആയിട്ടായിരിക്കും കാണാനുണ്ടാവുക. ഞാൻ കാണിച്ചു തരാം, അതിലുണ്ടാവും. ഓടാവുന്നില്ലല്ലോ. ബ്ലാങ്ക് ആയിട്ടില്ല കാണുന്നത്. ബ്ലാങ്ക് ആയില്ലേ സ്ലൈഡ്? ഒരു മിനിറ്റടാ.
ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ വാലസിനറി കേസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫീമെയിൽ ഫ്ലവർ എന്ത് ചെയ്യും അറിയോ? റീച്ച് ദ സർഫേസ് ഓഫ് വാട്ടർ ബൈ ദ ലോങ് സ്റ്റോക്ക് ആൻഡ് ദ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ആർ റിലീസ്ഡ് ഓൺ ടു ദ സർഫേസ് ഓഫ് ദ വാട്ടർ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ദ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വാട്ടറിന്റെ ആ ലെവലിലേക്ക് ഇതിന്റെ ലോങ് സ്റ്റോക്ക് വഴി സർഫേസ് ഓഫ് വാട്ടറിൽ എത്തും. അതേ ടൈമിൽ ഫീമെയിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് വാട്ടറിൽ ഇങ്ങനെ പാസീവ്ലി അതിന്റെ സർഫേസിൽ റിലീസ്ഡ് ആയിട്ടുണ്ടാവും. സോ ആ വാട്ടർ കറൻസ് എന്ത് ചെയ്യും? ഈ ഒരു പോളൻ ഗ്രെയിൻസിനെ മിനിറ്റടാ ഒന്ന് ചെക്ക് ചെയ്തിട്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? ഒന്നിങ്ങോട്ട് വരോ? ഓക്കെ, സോ ഈ കേസിൽ എന്താണ്, ആ ഒരു വാട്ടർ കറൻസ് ആണ് ആ ഒരു പോളൻ ഗ്രെയിനിനെ പാസീവ്ലി അതിന്റെ ഫീമെയിൽ ഫ്ലവറിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ, ഇൻ ഓർഡർ ടു ഇഫക്ട് പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, now some of them eventually reach the female flowers and the stigma. ഇത് നെക്സ്റ്റ് സ്ലൈഡ് കാണുന്നില്ല, വരുന്നില്ല, ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്, എടുക്കുന്നത് ഓഫ് ആവുന്നുണ്ട്. ഒന്നുകൂടി സെൻഡ് ചെയ്യണോ? ഇത് പോസ്റ്റ് ചെയ്യണ്ടേ? ഒരു മിനിറ്റ്, ഈ സ്ലൈഡ് ഒന്ന് ബ്ലാങ്ക് ആയി കാണുന്നുണ്ട്, ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
നമ്മളെ സ്ലൈഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ മേളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. സോറി കേട്ടോ, പെട്ടെന്ന് എന്തോ ആയി പോയതാണ് PDF-ൽ. ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരും പോകരുത്. ഓക്കെ.
ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ സ്ലൈഡ്? കണ്ടിന്യൂ ചെയ്യാം, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, so in Vallisneria, the female flower reaches surface of the water by the long stalk, and the male flower അല്ലെങ്കിൽ pollen grains are released onto the surface of the water. They are carried passively by water currents, and some of them eventually reach the female flowers and the stigma. Okay. പറയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ വാലിസ്നേരയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. സി, ഇത് ഈ വാലിസ്നേരുടെ ഫീമെയിൽ ഫ്ലവറിന്റെ ഒരു സ്റ്റോക്കാണ്. യൂഷ്വലി ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചുരുണ്ടി കൂടി വെള്ളത്തിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. എപ്പോഴാണോ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിൽ വാട്ടർ സർഫസിന്റെ മേലിൽ ഉണ്ടാവുന്നത്, ആ ടൈമിൽ ഈ ഒരു കോയിൽ എന്താവും, ലൂസ് ചെയ്തിട്ട് സർഫസ് ഓഫ് വാട്ടറിന്റെ ഭാഗത്തേക്ക് വരും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുക, ആ മെയിൽ ഫ്ലവറിന് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിന് ആ ഒരു ഫീമെയിൽ ഫ്ലവർ അതിന്റെ സ്റ്റിഗ്മ ട്രാപ്പ് ചെയ്യുന്നുണ്ടാവാം. ഇതിന് സഹായിക്കുന്നത് ആരാണ്? വാട്ടർ കറൻസ് ആണ്. ഓക്കെ, now in another group of water pollinated plants such as sea grasses, മെറൈൻ്റെ എക്സാമ്പിൾ ആണ് സോസ്റ്റർ അല്ലെ. ഇതിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞത് വാട്ടറിന്റെ സർഫസ് ലെവലിലേക്ക് വരുന്നില്ല, പകരം അവർ എന്താണ്, സബ്മേർജ്ഡ് ആയിരിക്കുകയാണ്, അഥവാ വാട്ടറിന്റെ ഉള്ളിലാണ് ആ ഫ്ലവർ ഇരിക്കുന്നുണ്ടാവും, ഫീമെയിൽ ഫ്ലവേഴ്സ്. ഓക്കെ, ആൻഡ് ദ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഇൻസൈഡ് ദ വാട്ടർ ഇറ്റ് സെൽഫ്. വാട്ടറിന്റെ അകത്ത് തന്നെയാണ് എന്തുണ്ടാവുക, ഫീമെയിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. സോ വിത്തിൻ വാട്ടർ ആണ് ആ ഒരു പെർട്ടിക്കുലർ പോളിനേഷൻ നടക്കുന്നുണ്ടാവുക. സോ ഇങ്ങനത്തെ ഈ ഒരു വാട്ടറിന്റെ അകത്ത് അത് പോളിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ പോളൻ ഗ്രെയിൻസ് എന്താണ്, റിബൺ ലൈക്ക് ആയിരിക്കണം, ലോങ് റിബൺ ലൈക്ക് ആയിട്ടാണ് ആ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ദേ ആർ ക്യാരിഡ് പാസീവ്ലി ഇൻസൈഡ് ദ വാട്ടർ. സം ഓഫ് ദം റീച്ച് ദ സ്റ്റിഗ്മ ആൻഡ് അച്ചീവ് പോളിനേഷൻ. എല്ലാവരും സ്റ്റിഗ്മ എത്തുന്നു പറയുന്നുണ്ടോ? ഇല്ല. സം ഓഫ് ദം ആണ് എന്ത് ചെയ്യുക, സ്റ്റിഗ്മനെ റീച്ച് ചെയ്തിട്ട് പോളിനേഷന് അച്ചീവ് ചെയ്യുന്നത്. Now, in most of the water pollinated species, water വഴി പോളിനേറ്റഡ് ആവുന്ന സ്പീഷീസിന്റെ കേസിൽ അവർ പോളൻ ഗ്രെയിൻസിനെ വാട്ടറിൽ നിന്ന് അല്ലെങ്കിൽ വെറ്റിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുണ്ട്, അവർക്ക് ഒരു സ്പെഷ്യൽ കവറിംഗ് ഉണ്ട്. ആ സ്പെഷ്യൽ കവറിനെ വിളിക്കുന്ന പേരാണ് മ്യൂസിലേജിനിയസ് കവറിംഗ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വാട്ടർ ആൻഡ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അത്ര കളർഫുൾ അല്ല. കാരണം എന്താണ്, ഈ വാട്ടറിനും വിൻഡിനും എന്തിനുള്ള കഴിവില്ല, സെൻസ് ചെയ്യാനുള്ള കഴിവില്ല. ഒരു അനിമലിന് സെൻസ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല, വാട്ടറിനും ഇല്ല, വിൻഡിനും ഇല്ല. അവർക്ക് ആ സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ആ കളർ സെൻസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിന്റെ ആ ടേസ്റ്റ് ഒന്നും സെൻസ് ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് കളർഫുൾ ആവേണ്ട ആവശ്യമില്ല, ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. Alright, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ബയോട്ടിക് ആയിട്ടുള്ള പോളിനേഷൻ, which means majority of flowering plants use a range of animals as pollinating agents. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഏത്, ബീസ്, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, അതേപോലെ ബീറ്റേഴ്സ്, വാസ്പ്, ആൻഡ്സ്, മോത്ത്, ബേർഡ്സ്, and like birds എന്ന് പറഞ്ഞാൽ സൺബേർഡ്സ് ആൻഡ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ദ കോമൺ പോളിനേറ്റിംഗ് ഏജൻസ്. ഇതല്ലാതെ തന്നെ ചില അനിമൽസും കാണാൻ പറ്റും. അനിമൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയി കാണാം ഇൻസെക്ട്സ് ആണ്. അതിൽ പെർട്ടിക്കുലർലി പറയുമ്പോൾ ബീസ് ആണ് ഉണ്ടാവുക. ഡോമിനന്റ് ആയിട്ടുള്ള ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജന്റ് ആണ് ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ ലാർജർ അനിമൽസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, പോളിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈമേറ്റ്സ് ലൈക്ക് ലെമേഴ്സ്, ആർബോറിയൽ ലൈക്ക് ട്രീ ഡ്വെല്ലിംഗ്, അതേപോലെ റോഡൻസ്, ഈവൻ ലിസാർഡ്സ്, ഗാർഡൻ ലിസാർഡ്സ്, ഗെക്കോ ലിസാർഡ്സ് ഒക്കെ എന്താവുന്നുണ്ട്, ലൈക്ക് റെപ്റ്റൈൽസ്, അങ്ങനത്തെ ആൾക്കാരും പോളിനേഷനിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ആയിട്ട് കാണുന്നത് ആരാണ്, ബീസ് ആണ്. ഈ അനിമൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയി കാണുന്ന ആരെയാണ്, ബീസിനെയാണ് കാണുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി often flowers of the animal pollinated plants are specifically adapted for a particular species of animals. അപ്പം ഇന്ന സ്പീഷീസ് ഓഫ് പ്ലാന്റിനെ പോളിനേറ്റ് ചെയ്യുന്നത് ഇന്ന അനിമൽ ആണെന്നുണ്ടെങ്കിൽ ആ അനിമലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എന്താ പറയാ ആ ഒരു പോളിനേഷൻ ഇഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആരുടെയിലുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൽ ഉണ്ടാവും. ഓക്കെ, now majority of insect pollinated flowers are large, കളർഫുൾ, ഫ്രാഗ്നന്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. ഇതൊക്കെ എന്തിനാണ്, ആ അനിമൽസിനെ അട്രാക്ട് ചെയ്യാനാണ് അല്ലെ. ഭയങ്കര ലാർജും കളർഫുൾ ആകുമ്പോൾ തന്നെ ആ ഒരു അനിമൽസ് എന്ത് ചെയ്യും, ഫ്ലവറിൽ പോയിരിക്കും. അതേപോലെ ഫ്രാഗ്നന്റ് ഉണ്ട്, നല്ല സ്മെല്ല് കേട്ടിട്ടെങ്കിൽ പോളിനേഷൻ ഇപ്പം നെക്ടാർ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്തിനു പോകും, പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള ബീസ്, ഇൻസെക്ട്സ് ഒക്കെ പോകുന്നുണ്ടാവും. When the flowers are small, a number of flowers are clustered into an inflorescence to make them conspicuous.
ഒരൊറ്റ ചെറിയ പൂവാകുമ്പോൾ അതിനങ്ങനെ അട്രാക്ഷൻ തോന്നൂല. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് എന്ത് ചെയ്യും, ഒരു ഇൻഫ്ലോറൻസ് ആയിട്ട് മാറും. സോ ദാറ്റ് അവർ കോൺസിപ്പിക്കസ് ആയിട്ടായിരിക്കും ആനിമൽസിനെ കാണുന്നുണ്ടാവാം. Now, animals are attracted to flowers by color, അതേപോലെ and or fragrance. The flowers pollinated by the flies and beetles secrete foul odors to attract these animals. അല്ലെ, ഇപ്പൊ ഈച്ച അതേപോലെ ബീറ്റിൽസ് ആ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ഫ്രാഗ്രൻസ് സ്മെൽസ് ഒന്നും വേണ്ട, അവർക്ക് ഭയങ്കര ഫോൾ സ്മെൽ അല്ലെങ്കിൽ ഫോൾ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ എന്താവും, അട്രാക്റ്റഡ് ആവും. ഓക്കെ, നൗ ടു സസ്റ്റെയിൻ അനിമൽ വിസിറ്റ്സ്, ഇപ്പം ഒരിക്കൽ വന്ന് പോളിനേഷൻ നടത്തി അനിമൽ വീണ്ടും വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കണം, റിവാർഡ്സ് കൊടുക്കണം അല്ലെ. സോ റിവാർഡ്സ് കൊടുക്കുന്നത് either in the form of nectar ആവാം അല്ലെങ്കിൽ pollen grains ആവാം. ഇതാണ് യൂഷ്വലി നമ്മൾ കാണുന്ന ഫ്ലോറൽ റിവാർഡ്സ്. അവർ ആ ഒരു പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ നടത്താൻ സഹായിക്കുമ്പോൾ അവർക്ക് പകരമായി എന്തെങ്കിലും കൊടുക്കണ്ടേ, അത് കൊടുക്കുന്നതാണ് നെക്ടറും അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസും. ഇതാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നുണ്ടാവുക. ഈ ചില അനിമൽസിന്റെ കേസിൽ ചില ഫ്ലവേഴ്സ് എന്ത് ചെയ്യോ, ആ ഒരു പെർട്ടിക്കുലർ അനിമൽസിന്റെ എഗ്ഗിനെ ലേ ചെയ്യാനുള്ള ഇടം കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആണ് യൂക്ക പ്ലാന്റ് ആൻഡ് മോത്ത്. യൂക്ക പ്ലാന്റില് ആ യൂക്ക എന്ന് പറഞ്ഞ യൂക്ക പ്ലാന്റിൽ വളർന്ന ഒരു മോത്താണ് യൂക്ക മോത്ത്. അതിന്റെ എഗ്ഗിനെ എന്താ പറയാ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം ആര് കൊടുക്കുന്നുണ്ടാവും, ഫീമെയിൽ ഫ്ലവർ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നൗ ദീസ് ആർ കോൾഡ് ദ ഫ്ലോറൽ റിവാർഡ്സ്. Now, for harvesting the rewards, our rewards are kittanennundengil from the flower, the animal visitor comes in contact with the anthers and the stigma. സോ അങ്ങനെ വരുമ്പോഴായിരിക്കും എന്ത് വരും, അവരുടെ ബോഡിയിൽ ആ പോളൻ ഗ്രെയിൻസ് പറ്റി പിടിച്ചിട്ട് ആ സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യും, അവർ പോകുമ്പോൾ ആ സ്റ്റിഗ്മയിൽ ആ പോളൻ ഗ്രെയിൻസിനെ റിലീസ്ഡ് ആകുന്നുണ്ടാവും അല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ആവും. ദ ബോഡി ഓഫ് ദ അനിമൽ gets a coating of pollen grains which are generally sticky in animal pollinated flowers. അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ പോളൻ ഗ്രെയിൻസ് എന്താണ്, ജനറലി സ്റ്റിക്കി ആണ്. എന്നാൽ മാത്രമേ ആ ഒരു അനിമലിന്റെ ബോഡിയിലേക്ക് ആ പർട്ടിക്കുലർ പോളൻ ഗ്രെയിൻ എന്താവുള്ളൂ, സ്റ്റിക്കി ആയി ഇരിക്കുള്ളൂ. ഓക്കെ, now when the animal carrying pollen on its body comes in contact with the stigma, it brings about the pollination. Clear അല്ലേ? Now, in some species, floral rewards are providing safe places to lay eggs. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ടോളസ്റ്റ് ഫ്ലവർ ഓഫ് എമോർഫോഫാലസ്, ആൻജിയോസ്പേമിലെ ഏറ്റവും വലിയ പൂ എന്ന് പറയുന്നത് എമോർഫോഫാലസ് ആണ്. അതിന്റെ ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ എത്രയാണ്, 6 feet in height ആണ്. ഇനി a similar relationship exists between a species of moth and the plant yucca, where both species അഥവാ the moth and the yucca cannot complete their life cycle without each other. Moth deposits its egg to the locule of the ovary and the flower in turn gets pollinated by the moth. അപ്പം ഈ ഒരു മോത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എഗ്ഗിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് യൂക്ക എന്ന് പറഞ്ഞ പ്ലാന്റിലെ ഫ്ലവറിലുള്ള ഓവറിലുള്ള ലൊക്യൂൾ ആണ്. ഓക്കെ, അതുവഴിയാണ് ആ ഫ്ലവർ എന്താകുക, പോളിനേറ്റ് ആകുന്നുണ്ടാവുക. Now the larvae of the moth comes out of the egg as the seed starts developing. So ആ ഫ്ലവറിലുള്ള സീഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിലാണ് ആ ഒരു മോത്തിന്റെ ലാർവ എന്ത് ചെയ്യുക, ഹാച്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കിവിടെ ഉള്ളൊരു എന്താ പറയുക, ഒരു ലൈനാണ് പോളൻ ഓർ നെക്ടാർ റോബേഴ്സ്. ചില ആനിമൽസ് എന്ത് ചെയ്യും അറിയോ, അവർ ഈ ഒരു ഫ്ലവേഴ്സിനെ വിസിറ്റ് ചെയ്യും, പക്ഷെ അവർ എന്ത് ചെയ്യില്ല, പോളിനേഷൻ നടത്തില്ല. ആ പോളിനേഷൻ നടത്താതെ അവർക്ക് ആ പോളിനേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ് എന്ത് ചെയ്യും, അവര് കൈവരിക്കും. പോളിനേഷൻ നടത്തുന്നുമില്ല, പക്ഷെ അവർക്ക് കിട്ടുന്ന ഫ്ലോറൽ റിവാർഡ്സ് അവർക്ക് കൈവരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പോളൻ ഓർ നെക്ടാർ റോബേഴ്സ് അല്ലെ. സോ visitors come in contact with the anthers and the stigma, as only such visitors can bring about pollination. Now, many insects may consume pollen or the nectar without bringing about pollination. Such floral visitors are referred to as pollen or nectar robbers. Okay, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. എന്താണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? നമുക്കറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിൽ നമ്മൾ അത്രയും ക്ലോസ് ആയ റിലേറ്റീവ്സ് തമ്മിൽ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ജനറ്റിക്കൽ അബ്നോർമാലിറ്റി, ജനറ്റിക്കൽ എന്താ പറയുക ഡിസോർഡേഴ്സ് ഉണ്ടാവും എന്ന് പറയില്ലേ. സെയിം പ്ലാന്റ്സ് എപ്പോഴും സെൽഫ് പോളിനേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം അവരുടെ കുഞ്ഞുങ്ങൾ എന്താവും, ലെസ് പ്രൊഡക്റ്റീവ് ആവും, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ഈൽഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഏത് വഴി, എപ്പോഴും സെൽഫ് പോളിനേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ സെൽഫ് പോളിനേഷൻ എപ്പോഴും കോമൺ ആയി നടക്കുന്നുണ്ടാവുക ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സിലാണ് അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണ്. കാരണം അതിലുള്ള
ആ ഒരു പോളൻ ഗ്രെയിൻസ് എപ്പോഴും കോണ്ടാക്ട് വരിക അതേ ഫ്ലവറിലുള്ള സ്റ്റിഗ്മ ആയിട്ടായിരിക്കും. അവിടെ കണ്ടിന്യൂഡ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന സെൽഫ് പോളിനേഷൻ വഴി ഉണ്ടാകുന്ന ഒരു ഫ്ലവർ, അതിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ പ്ലാന്റ് എന്തായിരിക്കും, അത്ര എന്താ പറയാ അടിപൊളി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനാണ് വിളിക്കുന്നത് എന്ത്, കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ എന്നതിന് റിസൾട്ട് ചെയ്യും ഇൻ ബ്രീഡിംഗ് ഡിപ്രഷനിൽ റിസൾട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ റിസൾട്ട് ചെയ്യുന്നത് ഇൻബ്രീഡിംഗ് ഡിപ്രഷനാണ്. അപ്പൊ ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി അല്ലെ നമുക്ക് മനസ്സിലാവണം, നമ്മൾ ഇങ്ങനെ ക്ലോസ് റിലേറ്റീവ്സുമായി കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്കും അവരുടെ കുഞ്ഞുങ്ങളിലേക്കും ഒരുപാട് എന്താ പറയാ ജനറ്റിക്കൽ അബ്നോർമാലിറ്റി വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഒഴിവാക്കാൻ നോക്കും അല്ലെ. നമ്മൾ ആ സെൽഫ് പോളിനേഷൻ ഫാമിലിയിലേക്കുള്ള ക്ലോസ് റിലേറ്റീവിനെ കല്യാണം കഴിക്കുന്ന ഒഴിവാക്കാനാണ് നോക്കുക. അതേപോലെ തന്നെ പ്ലാന്റ് എന്ത് ചെയ്യും, ആ സെൽഫ് പോളിനേഷൻ എന്ന പ്രക്രിയ മാക്സിമം ഒഴിവാക്കാനായിരിക്കും നോക്കുക. സോ അങ്ങനെ ഒഴിവാക്കാൻ നോക്കാൻ സഹായിക്കുന്ന ഡിവൈസസ് ആണ് ഇത്, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഇത് ഇവർ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിവൈസസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഡിവൈസസ് നോക്കുക, മെയിൻലി 4 എണ്ണാണ് ഇവർക്കുള്ളത്. സോ plants, the flowering plants have developed many devices to discourage self-pollination and to encourage cross-pollination. In some species, the pollen grains and stigma receptivity are not synchronized. അല്ലെ, pollen grains ഒരേ സമയം റിലീസ് ചെയ്യണം, സ്റ്റിഗ്മ അതേ ടൈമിലാണ് എന്താവാൻ റിസെപ്റ്റീവ് ആകാൻ, എന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, പോളിനേഷൻ സംഭവിക്കുള്ളൂ. ചില സ്പീഷീസിൽ എന്ത് സംഭവിക്കില്ല, പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും എന്താവില്ല, ഒരേ സമയത്താവില്ല. ദേ ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. അപ്പൊ സിങ്ക്രണൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. Now, either the pollen is released before the stigma becomes receptive or stigma becomes receptive much before the release of pollen. Now, in some other species, the anther and the stigma are placed at different positions so that the pollen cannot come in contact with the stigma. Different height il agumbozhum avarku endu cheyan pattilla, contact il varan pattilla. ഓക്കെ, സോ ഈ 2 ഡിവൈസസും പ്രിവെന്റ് ചെയ്യുന്ന എന്താണ്, ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷൻ ആണ്. ഈ തേർഡ് ഡിവൈസ് ഉണ്ട്, അതെന്താ ചെയ്യാറിയോ, ഒരു ജനറ്റിക്, അതായത് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ ഒരു മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ ബൈസെക്ഷൽ ഫ്ലവർ, ഒരു ഫ്ലവറിൽ തന്നെ ആൻഡ്രിഷും കൈനീഷും ഉള്ള ഫ്ലവർ ഉണ്ടെങ്കിൽ എപ്പോഴും എന്ത് സംഭവിക്കും, ഗ്ലീസ്റ്റോഗ്യാമസ് പോലെ അല്ലെ. ഗ്ലീസ്റ്റോഗ്യാമസ് എന്താണ്, എപ്പോഴും ക്ലോസ്ഡ് ആണ്, പക്ഷെ ഇൻസ്റ്റെഡ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവർ വിചാരിക്കാം. ആ ഫ്ലവറിൽ സെയിം ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിന് സെയിം ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിലേക്ക് വരുന്നത് എന്തെയും പ്രിവെന്റ് ചെയ്യും. ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരേ പൂവിലുള്ള പോളൻ ഗ്രെയിനെ സ്റ്റിഗ്മേന്റെ മേളിൽ വീഴാൻ, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ pollen tube germination എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. Okay, the third device is to prevent inbreeding is self incompatibility. ഒരേ ഫ്ലവറിലെ ഒരേ പോളൻ ഗ്രെയിൻ ആ ഫ്ലവറിലുള്ള സെയിം സ്റ്റിഗ്മേന്റെ മേളിൽ വന്ന് വീഴുമ്പോൾ അത് മാച്ചിങ് കാണിക്കില്ല, ഇൻകമ്പാറ്റിബിൾ ആകും. ദിസ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ആൻഡ് പ്രിവെന്റ് സെൽഫ് പോളൻ, സ്വയമുള്ള പോളൻ ഫ്രം ദ സെയിം ഫ്ലവർ or other flowers of the same plant from fertilizing the ovules by inhibiting pollen germination or pollen tube growth in the pistil. Oh yes, amino-synthesis വഴി നമുക്ക് abnormalities കണ്ടെത്താൻ പറ്റും. അതുവഴി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ലിമിറ്റോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോമസോമൽ അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റും, ഏർലി ഡിറ്റക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ. അതിലേക്ക് നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രഗ്നൻസി അബോർട്ട് ചെയ്യേണ്ടി വരും. Okay, now another device to prevent self-pollination is the production of unisexual flowers. Unisexual flowers. If both male and female flowers are present on the same plant, such as castor and maize, like monoecious plant. Monoecious എന്ന് പറയുമ്പോൾ എന്താണ്, ഒരൊറ്റ പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവറും ഉണ്ടാകും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാകും. അതെന്താ പ്രിവെന്റ് ചെയ്യുക, ഓട്ടോഗമിയെ പ്രിവെന്റ് ചെയ്യുന്നുള്ളൂ, പക്ഷേ ഗെയ്റ്റ്നോഗമിയെ പ്രിവെന്റ് ചെയ്യുന്നില്ല. In several species such as papaya, the male and female flowers are present on the different plants. Male plantile male flowerum female plantile female flowers ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനത്തെ കേസിൽ അങ്ങനത്തെ പ്ലാന്റിൽ either male or female is seen in
each plant. This condition prevents both autogamy and geitonogamy. So ആദ്യത്തെ രണ്ട് ഡിവൈസും പ്രിവെന്റ് ചെയ്യുന്നത് ഓട്ടോഗമി ആണെങ്കിൽ തേർഡ് ഡിവൈസ് പ്രിവെന്റ് ചെയ്യുന്നതും ഓട്ടോഗമിനാണ്, പക്ഷെ ഗെയ്നോഗമി ഉണ്ടാവും. പക്ഷെ ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗെയ്നോഗമിനെ പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താവണം? ഡൈഷ്യസ് പ്ലാന്റ് ആവണം. മോണീഷ്യസ് പ്ലാന്റ് ആണെങ്കിൽ ഓട്ടോഗമി നടക്കില്ല, പകരം ഗെയ്നോഗമി നടക്കും. ഡൈഷ്യസ് പ്ലാന്റ് ആണെങ്കിൽ ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗെയ്നോഗമി എന്താകും? പ്രിവെന്റഡ് ആകും. Okay, next we are going to discuss about the pollen pistil interaction. Okay, pollen pistil interaction. ഈ pollen pistil interaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ നമ്മളൊരു ഫ്ലവറിൽ പല ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാം അല്ലെ. അങ്ങനെ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുമ്പോഴേക്കും ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പോളിനേഷൻ നടക്കുന്നുണ്ടോ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. സോ ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് പ്ലാന്റിന്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് പ്ലാന്റിന്റെ ഫ്ലവറിലെ സ്റ്റിഗ്മയില് അതിന്റെ സെയിം സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിൻ ആണോ വരുന്നത്, അതിനനുസരിച്ചിട്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് കെമിക്കൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ചില പ്ലാന്റ്സിൽ ഉണ്ടാവും സെയിം പ്ലാന്റിലുള്ള സെയിം പ്ലാന്റിലുള്ള ബൈസെക്ഷൽ ഫ്ലവർ വിചാരിക്കുക. ബൈസെക്ഷൽ എന്തുണ്ടാവും? മെയിൽ ആയിട്ടുള്ള ആന്തർ ഉണ്ടാവും, ഫീമെയിൽ ആയിട്ടുള്ള സ്റ്റിഗ്മ ഉണ്ടാവും. ഇതിന്റെ മേളിൽ ഒരേ ഫ്ലവറിൽ തന്നെ വീണ്ടും സെൽഫ് പോളിനേഷൻ നടക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർ എന്താവും? ഒരേ ഫ്ലവറിലുള്ള പോളൻ ഒരേ ഫ്ലവറിലെ സ്റ്റിഗ്മന്റെ മേളിൽ വന്നത് വീഴുന്നത് പ്രിവെന്റ് ചെയ്യാൻ അവർ എന്താക്കും? ഇൻകമ്പാറ്റിബിൾ ആക്കും, മിസ് മാച്ചിങ് ആക്കും. Okay, now pollination does not guarantee the transfer of the right type of pollen. അല്ലെ, പോളിനേഷൻ വഴി നടക്കുന്നുണ്ടെന്ന് അടിസ്ഥാനം എന്തല്ല, എപ്പോഴും ആ ഫ്ലവറിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റിഗ്മയിലേക്ക് വന്ന് വീണത് റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ആണെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. Compatible pollen of the same species as the stigma. Often pollen of the wrong type either from the other species or from the same plant, if it is self incompatible, also land on the stigma. ഇതൊന്നുമില്ല, എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ സൺഫ്ലവറിന്റെ മേളില് സൺഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻ ആണ് സൺഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ ഒന്ന് വീഴേണ്ടത്. അതല്ലാണ്ട് സൺഫ്ലവറിന്റെ സ്റ്റിഗ്മയില് റോസ് ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ? മിസ്മാച്ചിങ് ആയി ആ ഒരു പോളൻ ഗ്രെയിന് ജേർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി അതല്ല, സപ്പോസ് വിചാരിക്കാം ഇപ്പം ഒരു ബൈസെക്ഷൽ ഫ്ലവർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബൈസെക്ഷൽ ഫ്ലവറിൽ ആന്തർ ഉണ്ട്, സ്റ്റിഗ്മ ഉണ്ട്. ഈ ആന്തർ സ്റ്റിഗ്മ എപ്പോഴും ക്ലോസ് ടു ഈച്ച് അതർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സെൽഫ് പോളിനേഷൻ ആയിരിക്കും നടക്കുക. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ജനറ്റിക്കലി ആ ഒരു സ്റ്റിഗ്മ എന്ത് ചെയ്യും? ആ ഫ്ലവറിലെ സ്റ്റിഗ്മ ആ ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിനെ അക്സെപ്റ്റ് ചെയ്യില്ല, അത് ഇൻകമ്പാറ്റിബിൾ മിസ് മാച്ചിങ് ആയി കാണിക്കും. കിട്ടിയോ? ഓക്കെ, അതാണ് എന്ത് പറഞ്ഞത്? ഇഫ് ഇറ്റ് ഇസ് സെൽഫ് ഇൻകമ്പാറ്റിബിൾ, ഒരേ സെയിം പ്ലാന്റിലുള്ള പോളൻ ഗ്രെയിന് സെയിം പ്ലാന്റിൽ സെയിം ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിന് സെയിം ഫ്ലവറിലുള്ള സ്റ്റിഗ്മേന്റെ മേളിൽ വന്ന് വീഴാൻ സമ്മതിക്കില്ല. ഓക്കെ, ദ പിസ്റ്റിൽ ഹാസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ പോളൻ whether it is of the right type, which is compatible, or of the wrong type, incompatible. It is of the right type, the pistil accept the pollen and promote post pollination events that leads to fertilization. അപ്പം പിസ്റ്റിലാണ് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കമ്പാറ്റബിൾ ആണെങ്കിൽ, മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോളൻ ഗ്രെയിൻ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കും? പോസ്റ്റ് പോളിനേഷൻ ഇവന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇനി സപ്പോസ് വിചാരിക്കാം ആ ഒരു പോളൻ എന്താണ്? റോങ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ദ പിസ്റ്റിൽ റിജക്ട്സ് ദ പോളൻ ബൈ പ്രിവെന്റിങ് പോളൻ ജെർമിനേഷൻ ഓൺ ദ സ്റ്റിഗ്മ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പോളൻ ജെർമിനേറ്റ് ചെയ്യും സ്റ്റിഗ്മയില്, പക്ഷെ ജെർമിനേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ചെയ്യുക, അതിന്റെ പോളൻ ട്യൂബ് ഗ്രോത്ത് എന്തെയില്ല സ്റ്റൈലില് അനുവദിക്കുന്നുണ്ടാവില്ല. Now the ability of the pistil to recognize the pollen followed by its acceptance or rejection is the result of a continuous dialogue between pollen grain and pistil. അപ്പൊ എങ്ങനെയാണ് ഈ പിസ്റ്റിൽ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിസ്റ്റിലിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്, പോളൻ ഗ്രെയിൻസിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും? പിസ്റ്റിലിന്റെ കെമിക്കൽസ് പോളൻ ഗ്രെയിൻസിലേക്കും പോളൻ ഗ്രെയിൻസിന്റെ കെമിക്കൽ പിസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യും, സെയിം സ്പീഷീസിലുള്ളതാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ കണ്ടിന്യൂസ് ഡയലോഗ് വഴി റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇത് ഇതിന്റെ തന്നെ ആണോ അല്ലേ എന്നുള്ളത്. This dialogue is mediated by chemical components of the pollen interacting with those of the pistil. It is only in recent years that the botanists have been able to identify some of the pollen and pistil components and the interactions leading to recognition followed by acceptance or rejection. Okay, now as mentioned earlier, following compatible pollination, the pollen grain germinates on the stigma to produce a pollen tube through one of the germ pores, and the contents of the pollen grains move into the pollen tube.
അല്ലേ? സോ വൺസ് ആ ഒരു എന്താ പറയാ പോളൻ ഗ്രെയിൻ ജേർമിനേറ്റ് ചെയ്യാണ് സ്റ്റിഗ്മയിൽ. എങ്ങനെ സ്റ്റിഗ്മയിൽ ജേർമിനേറ്റ് ചെയ്യുക? നമ്മൾ എക്സാൻ ഇല്ലാത്ത ജേം പോർ വഴിയായിരിക്കും സ്റ്റിഗ്മയിൽ ജേർമിനേറ്റ് ചെയ്യുക. അതുവഴി പോളൻ ട്യൂബ് സ്റ്റൈലിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് ആ പോളൻ ഗ്രെയിൻസിന്റെ കണ്ടൻസ് എന്താവുക? പോളൻ ട്യൂബിലേക്ക് റിലീസ് ആവുക. Now the pollen tube grows through the tissues of the stigma and style and reaches the ovary. Okay. ഇനി pollen grains are shed at 2-celled condition. സപ്പോസ് നമ്മൾ പറഞ്ഞു pollen grains 2-celled കണ്ടീഷനിലുണ്ട്, 3-celled കണ്ടീഷനിലുണ്ട്. സപ്പോസ് ആ pollen grains ഷെഡ് ആകുന്നത് തന്നെ ആന്തർ പൊട്ടുന്നത് ആ pollen grains 2-celled സ്റ്റേജ് ആയ അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ആ pollen ട്യൂബിലേക്ക് ആ 2-celled ആയിട്ടുള്ള pollen grain എന്ത് ട്യൂബായി മാറുന്ന സമയത്ത് ആ pollen ട്യൂബിന്റെ അകത്ത് വെച്ചിട്ടാണ് ജനറേറ്റീവ് സെൽ എന്തായി മാറുക? 2 മെയിൽ ഗാമീറ്റ്സ് ആയി മാറുന്നുണ്ടാവുക. ഇൻ സച്ച് പ്ലാന്റ്സ് the generative cell divides and forms the 2 male gametes during the growth of pollen tube in the stigma. In plants which shed pollen in the 3-celled condition, pollen tubes carry the 2 male gametes from the beginning. Pollen tube, after reaching the ovary, enters the ovule through the micropyle and then enters one of the syringes through the filiform apparatus. അല്ലേ? പോളൻ ട്യൂബ് എന്ത് ചെയ്യും? ഓവറിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവ്യൂളിന്റെ അകത്തേക്ക് കയറുന്നു. എവിടെ ഏത് വഴി കൂടെ കയറുക? മൈക്രോപൈല എൻഡ് വഴി കയറും. ആൻഡ് എൻഡേഴ്സ് വൺ ഓഫ് ദ സിനറിജ് ത്രൂ ദ ഫിലിഫോം അപ്പാരറ്റസ്. ഇനി ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് മൈക്രോപൈലർ പാർട്ടിലാണല്ലോ കാണുന്നത്. ഓരോ സിനറിജിലും ഉണ്ടാവും. അതെന്ത് ചെയ്യും? ഗൈഡ് ചെയ്യും പോളൻ ട്യൂബിനെ എൻട്രീനെ. Now all these events from the pollen deposition on the stigma until pollen tube enters the ovule are together referred to as pollen pistil interaction. Now, ഈ pollen pistil interaction എന്താണ്? is a dynamic process involving pollen recognition followed by promotion or inhibition of the pollen. Okay, ഈ ഒരു നോളേജ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഈ ആർക്ക് നമ്മളുടെ ഈ ഒരു ഫാമേഴ്സിനൊക്കെ ഇൻകമ്പാറ്റബിൾ പോളിനേറ്റേഴ്സ് ഉള്ള കേസിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. ദർബൈ അവർക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഹൈബ്രിഡ്സിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി സപ്പോസ് വിചാരിക്കാം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആട്ടോ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഇതാണ് നോക്കുക. ഈ ഒരു പോളൻ ട്യൂബ് ഈ ഒരു പോളൻ എന്ന് പറഞ്ഞത് സെയിം സ്പീഷീസിനാണ്, അതുകൊണ്ടാണ് പോളൻ ട്യൂബ് വന്നിട്ടുള്ളത്. ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. ഇത് സെയിം അല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? പോളൻ ട്യൂബ് അതിൽ നിന്ന് ഉണ്ടാകാത്തത്. ഓക്കെ ഓക്കെ. ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ. സപ്പോസ് വിചാരിക്കുക നമുക്ക് 2 പ്ലാന്റ് ഉണ്ട്, എ പ്ലാന്റും ബി പ്ലാന്റും. ഈ എ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈലി പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഒരുപാട് നല്ല ഫ്രൂട്ട്സിന് ഉണ്ടാക്കുന്നു, പക്ഷെ പെസ്റ്റ് റെസിസ്റ്റന്റ് അല്ല. അതേ ടൈമിൽ ബി പ്ലാന്റ് എന്ന് പറഞ്ഞത് അത്രത്തോളം ഈൽഡ് ഇല്ല, അല്ലെങ്കിൽ അത്രത്തോളം ഫ്രൂട്ട്സിന് ഉണ്ടാക്കുന്നില്ല, പക്ഷെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ ഒരു ഫാമർ വിചാരിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് ഇതിലത്തെ 2 ഗുണങ്ങളും യോജിപ്പിച്ചിട്ട് അതിന്റെ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളത്. സോ അങ്ങനത്തെ കേസിൽ ഈ ഫാമേഴ്സ് എന്ത് ചെയ്യുക അറിയോ? അവർ ഈ ബൈസെക്ഷൽ ഫ്ലവർ എടുക്കും. ആ ബൈസെക്ഷൽ ഫ്ലവറിന്റെ ആ ഒരു ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആയിട്ട് ഒരു മേജർ അപ്രോച്ച് ആയി കൊണ്ടുവന്ന സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ in such cross experiments, it is important to make sure that only the desired pollen grain are used for pollination and the stigma is protected from contamination from unwanted pollen. So ഈ A പ്ലാന്റിൽ നിന്നുള്ള pollen grain എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? B പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഉറപ്പ് വരുത്തണം ഈ ബി പ്ലാന്റിന്റെ മേളിൽ എന്തുണ്ടാവാൻ പാടില്ല? അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ടാവാൻ പാടില്ല, ഉറപ്പ് വരുത്തണം. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എമാസ്കുലേഷൻ ആൻഡ് ബാഗിംഗ് ടെക്നിക്സ് വെച്ചിട്ടാണ്. സോ എന്താണ് എന്നുള്ളത് നോക്കാം. ഫീമെയിൽ പാരന്റിൽ എന്തുണ്ടാവും? സപ്പോസ് വിചാരിക്കുക ഫീമെയിൽ പാരന്റിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിലത്തെ ആന്തർ നമ്മൾ റിമൂവ് ചെയ്യും ഫ്രം ദ ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തർ ഡെഹിസൻസ് യൂസിങ് എ പെയർ ഓഫ് ഫോർസെപ്സ്. അപ്പൊ ആന്തർ റപ്ചർ ആകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ആന്തറിനെ കട്ട് ചെയ്ത് കളയും യൂസിങ് എ ഫോർസെപ്സ്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ആ ഫീമെയിൽ ഫ്ലവർ നമ്മൾ കവർ ചെയ്യണം. സോ ഈ കട്ട് ചെയ്യുന്ന ആ ആന്തർ ഡെഹിസൻസ് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? എമാസ്കുലേഷൻ. Emasculated flowers have to be covered with a bag of suitable size, generally made up of butter paper, to prevent contamination of the stigma with unwanted pollen. This process is called the bagging. Okay, ഇനി നമ്മൾക്ക് മനസ്സിലാവാണ് എന്താ സ്റ്റിഗ്മ എന്ന് പറഞ്ഞത് എന്തായി?
when the stigma of bagged flower attains maturity അല്ലെങ്കിൽ റെസെപ്റ്റിവിറ്റി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്ചുവർ പോളഗ്രെയിൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മെച്ചുവർ പോളഗ്രെയിൻസിനെ ഈ റെസെപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റിഗ്മേന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും പോയി ഡെപ്പോസിറ്റ് ചെയ്യും ആൻഡ് വീണ്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യും ബാഗ് ചെയ്യും. ഇനി എപ്പോഴാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അതിനെ അനുവദിക്കും ഫ്രൂട്ട്സ് ഫോം ചെയ്യാൻ. സോ വൺസ് ഫ്രൂട്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും സീഡ് ഉണ്ടാവും. നമുക്ക് ഇത് എന്ത് യൂസ് ചെയ്യാം വീണ്ടും ഫർദറായി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ കാണുന്ന ടെക്നിക്സ് ആണ് സ്റ്റെപ്സ് ആണ് എനാസ്കുലേഷൻ, ബാഗിങ് ആൻഡ് റീബാഗിങ്. ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഫീമെയിൽ പാരന്റിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണ്ട എനാസ്കുലേഷൻ വേണ്ട. The female flower buds are bagged before the flowers open. When the stigma becomes receptive, pollination is carried out using the desired pollen and the flower is rebagged. Clear? Okay. So നമ്മളുടെ pre-fertilization structures and events കഴിഞ്ഞു. Next we are going to discuss about the double fertilization. See, double fertilization എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. അഥവാ ആൻജിയോസ്പേമിൽ മാത്രം കാണുന്ന ഒരു യുണീക് ഫീച്ചർ ആണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നൊരു മീനിങ് ആണ്. അങ്ങനെയല്ല 2 തവണ ഫ്യൂഷൻ നടക്കുന്നു എന്നൊരു മീനിങ് ആണ്. So after entering one of the synergids, the pollen tube releases the 2 male gametes into the cytoplasm of the synergid. Okay, one of the male gamete moves towards the egg cell and fuses with its nucleus, thus completing the syngamy. This results in the formation of a diploid cell, that is the zygote. The other male gamete moves towards the 2 polar nuclei located in the central cell and fuses with them to produce a triploid primary endosperm nucleus. Okay, so ഒരേ ടൈമിൽ എക്സെല്ലുമായി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടിനെ ഫോം ചെയ്യുന്നു. ആൻഡ് അതേ ടൈമിൽ തന്നെ ഈ ഒരു രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് പോളാർ ന്യൂക്ലിയൈ അല്ലെ സെൻട്രൽ സെല്ലിലെ പോളാർ ന്യൂക്ലിയൈ ഫോം ചെയ്തിട്ട് 3 ന്യൂക്ലിയൈ ഉള്ള ഒരു സ്ട്രക്ചറായി മാറുന്നു, വിച്ച് ഈസ് ദ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. സോ അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഫ്യൂഷൻ ഓഫ് 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാം. 3 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തുകൊണ്ട് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാം. സിൻസ് 2 types of fusions, that is syngamy and triple fusion, takes place in embryo sac, the phenomenon is termed as double fertilization, an event which is unique to flowering plants. Now, the central cell after triple fusion becomes the primary endosperm cell and develops into the endosperm, while the zygote develops into an embryo. Three clear ano? Ready? Three clear ano? Sorry. ഇനി വേഗം കഴിയും കേട്ടോ. ഓക്കെ ഓക്കെ സോ ട്രിപ്പിൾ ഫ്യൂഷൻ വിളിക്കാൻ കാരണം എന്താണ്? 3 ന്യൂക്ലിയായി ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ആൻഡ് അതേ ടൈമിൽ സിംഗമി ഉള്ളത് കൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് പ്രൈമറി എൻഡോസ്പേം സെല്ലായി മാറുന്നു. ആൻഡ് അതെന്തായി മാറുന്നു? എൻഡോസ്പേമായി ഡെവലപ്പ് ചെയ്യുന്നു. സെയിം ടൈം സൈഗോട്ട് എന്തായി ഡെവലപ്പ് ചെയ്യുന്നു? എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, next we are going to discuss about the post fertilization structures and events. Okay, so following double fertilization, events of endosperm and embryo development, maturation of ovule or ovules into seed and ovary into fruit are collectively termed as post fertilization events. എന്താണ് എൻഡോസ്പേം എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എംബ്രിയോ പഠിക്കാതെ എൻഡോസ്പേം പഠിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോക്ക് എന്ത് വേണം? നെറിഷ്മെന്റ് വേണം. ആ നെറിഷ്മെന്റ് ഉണ്ടായതിനു ശേഷം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നല്ലേ എന്തുകൊണ്ടും നല്ലത്. കാരണം വളർന്നു വരുന്ന എംബ്രിയോക്ക് ഭക്ഷണം ഇല്ലാന്നുണ്ടെങ്കിൽ ആ എംബ്രിയോ വലുതാകോ? ഇല്ല. സോ എൻഡോസ്പേം ഉണ്ടായതിനു ശേഷം മാത്രമേ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുള്ളൂ. സോ എൻഡോസ്പേം ഡെവലപ്മെന്റ് പ്രിസീഡ്സ് എംബ്രിയോ ഡെവലപ്മെന്റ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ the primary endosperm cell divides repeatedly and forms a triploid endosperm tissue. The cells of these tissues are filled with reserve food materials and are used for the nutrition of the developing embryo. In the most common type of endosperm development, the primary endosperm nucleus undergoes successive nuclear divisions to give rise to free nuclei. നമ്മളെ ഈ ഒരു എന്താ പറയുക ഇളനീരില്ലേ, ആ ഒരു തേങ്ങാവെള്ളം എന്ന് പറഞ്ഞ ഫ്രീ ന്യൂക്ലിയൈ ആണ്. ഓക്കെ, this stage of endosperm development is called the free nuclear endosperm. Subsequently, ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ടായതിനു ശേഷം മാത്രമേ സെൽ വാൾ ഫോർമേഷൻ നടക്കുള്ളൂ. ആൻഡ് ദ എൻഡോസ്പേം ബിക്കംസ് സെല്ലുലാർ. ദ നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ ഫോം ബിഫോർ സെല്ലുലാറൈസേഷൻ, അഥവാ സെൽ ആകുന്നതിന് മുമ്പുള്ള നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് വാരീസ് ഗ്രേറ്റ്ലി.
The coconut water from the tender coconut that you're familiar with is nothing but free nuclear endosperm, which is made up of thousands of nuclei. And the surrounding white kernel is the cellular endosperm. ഇനി എൻഡോസ്പേം എന്താവാം? ഈ ഡെവലപ്പിംഗ് എംബ്രിയോ എൻഡോസ്പേമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടാവാം. Okay, so endosperm may either be completely consumed by the developing embryo like pea, groundnut, beans before seed maturation, or it may persist in the mature seed, example castor and coconut, and be used up during seed germination. Okay, കിട്ടിയോ? സോ ആ സീഡ് നമുക്ക് എന്ത് പറയാം? ഇഫ് ആ ഒരു ഡെവലപ്പിംഗ് എംബ്രിയോ ആ ഒരു പെർട്ടിക്കുലർ എൻഡോസ്പേം മൊത്തം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്ത് പറയാം? നോൺ എൻഡോസ്പേം സീഡ് എന്ന് പറയാം. അതല്ല, എൻഡോസ്പേം കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ആ ഒരു എംബ്രിയോ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഫോർ സീഡ് മെച്ചുറേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്പേം സീഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എംബ്രിയോ. Embryo develops at the micropylar end of the embryo sac where the zygote is situated. നമുക്കറിയാലോ സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ മൈക്രോപൈലർ എൻഡിലെ എംബ്രിയോ സാക്കിലാണ് ഉണ്ടാവുക. ഈ സൈഗോട്ട് ആണ് എന്തായി മാറുന്നത്? എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യുന്നത്. മോസ്റ്റ് സൈഗോട്ട് ഡിവൈഡ്സ് ഓൺലി ആഫ്റ്റർ സർട്ടൻ എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഇസ് ഫോം. ഇതുകൊണ്ടാണ് പറയുന്നത് സൈഗോട്ട് എന്താ പറയാ എംബ്രിയോ ആയി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? സൈഗോട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് സൈഗോട്ട് ഉറപ്പ് വരുത്തും എൻഡോസ്പേം ഒരു കൺസിഡറബിൾ എമൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. So this is an adaptation to provide assured nutrition to the developing embryo. Though the seeds differ greatly, the early stages of embryo development, that is embryogeny, are similar in both monocots and dicots. നമുക്കറിയാം മോണോകോട്സ് ഡൈക്കോട്സിന്റെ സീഡ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഡിഫറൻസസ്, ഭയങ്കര ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവരുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്താണ്? ഏർലി സ്റ്റേജസിൽ സിമിലർ ആണ്. Okay, the stages of embryogeny നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോ നോക്കുമ്പോൾ നമുക്കൊരു ഫിഗർ ഉണ്ട്, അത് കാണിക്കുന്ന ഡൈക്കോട്ട് എംബ്രിയോന്റെ ഒരു എംബ്രിയോജനി സ്റ്റേജസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ സൈഗോട്ട് എന്ത് ചെയ്യും അറിയോ? ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സി, ഇതാണ് നമ്മുടെ സൈഗോട്ട്. ഇനീഷ്യലി സൈഗോട്ട് എന്ത് ചെയ്യും? രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രോ എംബ്രിയോ ഫോം ചെയ്യും. ഈ പ്രോ എംബ്രിയോ പിന്നെ ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറും. ഇത് അതിന്റെ സസ്പെൻസർ പോർഷൻ ആണ്. ഇതെന്താണ്? സസ്പെൻസർ പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, കെയർഫുള്ളി ലിസൺ ചെയ്യുക. ഒരിക്കലും ഈ എംബ്രിയോന്റെ സസ്പെൻസർ പോർഷൻ ഒരു പ്ലാന്റ് ആയി മാറുന്നില്ല, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഫോർമേഷൻ, പ്ലാന്റ് ഗ്രോത്തിലേക്കൊന്നും, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആയി മാറുന്നില്ല. ഒൺലി ഇത് ഗ്ലോബുലാർ എംബ്രിയോ ആണ് എന്തായി മാറുക? പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സസ്പെൻസറിന്റെ ഒരു ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രോയിങ് എംബ്രിയോക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടണമല്ലോ. ആരാ കൊടുക്കുക? എൻഡോസ്പേം ആണ് കൊടുക്കുക. അപ്പം ഈ ഒരു സസ്പെൻസർ എന്ത് ചെയ്യോ? ആ എൻഡോസ്പേമിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കും. സോ അതുവഴി ഈ എംബ്രിയോക്ക് എന്ത് കിട്ടും? എൻഡോസ്പേമിൽ നിന്ന് ന്യൂട്രീഷൻ കിട്ടും. അതിനുശേഷമാണ് ഈ ഗ്ലോബുലർ എംബ്രിയോ എന്തായി മാറുക? ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയി മാറുക. ആൻഡ് ദെൻ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ആയി മാറുക. ഇത് കാണിക്കുന്ന ഒരു ഡൈക്കോട്ട് ആയിട്ടുള്ള പ്ലാന്റിന്റെ ഒരു എംബ്രിയോ ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, ആ ടിപ്പിക്കൽ ഡൈക്കോട്ടിലൻ എംബ്രിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്രാം വെച്ച് പറയാം, അതായിരിക്കും നല്ലത്. സി, ഡൈക്കോട്ട് പ്ലാന്റിന്റെ എംബ്രിയോ നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് കോട്ട്ലൻസ് ഉണ്ടാവും. സോ അതല്ല അതിനെ ഡൈക്കോട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിന് എന്തുണ്ടാവും? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു കോട്ട്ലൻസിന്റെ ബിലോ ആണ്, വെയിറ്റ്, കുറച്ചുകൂടി നല്ലത് ഈ ഒരു ഫിഗർ ആണ്. ഓക്കെ, സി, സോ ഡൈക്കോട്ടിന്റെ കേസിൽ എംബ്രിയോ എടുത്ത് നോക്കുമ്പോൾ അതിന് എന്തുണ്ട്? രണ്ട് കോട്ട്ലൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിനൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. ഓക്കെ, സോ കോട്ട്ലന്റെ ബിലോ, എംബ്രിയോണൽ ആക്സിസ് കോട്ട്ലന്റെ ബിലോ ആണെന്നുണ്ടെങ്കിൽ എന്താ വിളിക്കുക? ഹൈപ്പോകോട്ടൈൽ എന്ന് വിളിക്കും. കോട്ട്ലൻസിന്റെ എബോ ആണെങ്കിൽ എന്ത് വിളിക്കും? പ്ലൂമ്യൂൾ എന്ന് വിളിക്കും. ഈ പ്ലൂമ്യൂൾ ആണ് എന്തായി മാറുന്നത്? ഷൂട്ടായി മാറുന്നതും. ഈ കോട്ട്ലൻസിന്റെ
എംബ്രിയോണൽ ആക്സിസ്, കോട്ട്ലൻസിന്റെ മേലുള്ള എംബ്രിയോണൽ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ. അതാണ് പ്ലൂമ്യൂളായി മാറുക. ഈ പ്ലൂമ്യൂള എന്തായി മാറുന്നത്? ഷൂട്ടായി മാറുന്നത്. അതേസമയം കോട്ട്ലൻഡിന്റെ ബിലോയിൽ കാണുന്ന എംബ്രിയോണൽ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോകോട്ടൈൽ. അതിലാണ് എന്തുണ്ടാവുക? റാഡിക്കിൾ. ആ റാഡിക്കിളിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇനി മോണോകോട്സിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോകോട്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഡൈക്കോട്ട് ആയിട്ടുള്ള എംബ്രിയോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഈ മോണോകോട്സിന്റെ കാറ്റഗറി ഫീച്ചർ എന്താണ്? അവർക്ക് ഒരൊറ്റ കോട്ട്ലിഡിനെ ഉള്ളൂ. അത് ലാർജ് ഷീൽഡ് ഷേപ്പാണ്, ഒരു ഷീൽഡ് പോലെയാണ് ഉള്ളത്. ഓക്കെ, ഇനി അതിന്റെ എംബ്രിയോണൽ ആക്സിസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ എംബ്രിയോണൽ ആക്സിസിൽ എന്തുണ്ട്? അവർക്കൊരു ഷൂട്ട് എപെക്സ് ഉണ്ട്. ആ ഷൂട്ട് എപെക്സിനെ കവർ ചെയ്തിട്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് ഉണ്ട്. അതാണ് എന്ത്? കോളിയോപ്റ്റൈൽ. അതേപോലെ റാഡിക്കിൾ ഉണ്ട്. ആ റാഡിക്കിളിനെ കവർ ചെയ്ത് റൂട്ട് ക്യാപ്പ് ഉണ്ട്. സി ദിസ് ഇസ് ദ റൂട്ട് ക്യാപ്പ്. ആൻഡ് അതിനെ കവർ ചെയ്തിട്ടും ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് ഉണ്ട്. അതാണ് എന്ത്? കോളിയോറൈസ. ഈ എപ്പിബ്ലാസ്റ്റ് ആക്ച്വലി എന്താ അറിയോ? ഡൈക്കോട്ടിൽ നിന്നാണ് മോണോകോട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? എവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എവല്യൂഷൻ സംബന്ധിച്ചപ്പം ഒരു കോട്ട്ലിൻ എന്തായി മാറി? ഡീജനറേറ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഓർഗനായിട്ട്, വെസ്റ്റീജിയൽ ഓർഗനായിട്ട് പോയി. ആ ഒരു ഡൈക്കോട്ടിന്റെ വെസ്റ്റീജിയൽ ഓർഗനായി പോയതിനെ വിളിക്കുന്നതാണ് എന്ത്? എപ്പിബ്ലാസ്റ്റ്. ശരിക്കും മോണോകോട്ട് ഡൈക്കോട്ടിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കോട്ട്ലിഡൻ എന്തായി പോയി? ഡീജനറേറ്റ് ആയി പോയി. പക്ഷെ അതിനെ റിപ്രസെന്റ് ചെയ്തിട്ട് അതിന്റെ വെസ്റ്റീജിയൽ ഓർഗനായിട്ട് എന്തിനെ കാണാം? എപ്പിബ്ലാസ്റ്റിനെ കാണാം. ക്ലിയർ ആണോ? ഓക്കെ, സോ സിൻസ് ഈ ഒരു മോണോകോട്ട് എംബ്രിയോ നോക്കുമ്പോൾ അവർക്ക് ഒറ്റ കോട്ട്ലിഡനെ ഉള്ളൂ. ആ ഒറ്റ കോട്ട്ലിഡനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്യൂട്ടെല്ലം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സീഡ് ആണ്. We will discuss about the seed. Now, in angiosperm, the seed is the final product of sexual reproduction. It is often described as the fertilized. Often ആണ് fertilized ovule എന്ന് പറഞ്ഞത്. Seeds are formed inside the fruits. A seed typically consists of എന്തൊക്കെയുണ്ട്? seed cods ഉണ്ട്, cotyledon ഉണ്ട്, and an embryo axis. The cotyledon എന്ന് പറഞ്ഞത് of the embryo are simple structures, generally thick and swollen due to storage of food reserves. കാരണം ഫോർ എക്സാമ്പിൾ ലെഗ്യൂംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ട്ലിഡൻ എന്താണ്? ഫുഡ് റിസർവ് ആണ്. ഫുഡിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്വെല്ലൻ ആയിട്ടുള്ള തിക് സ്ട്രക്ചർ, സിമ്പിൾ സ്ട്രക്ചർ ആണ് ഏത്? കോട്ട്ലിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി mature seeds may be non-albuminous or ex-albuminous. നോൺ ആൽബുമിനസും എക്സ് ആൽബുമിനസ് എന്താണ്? സെയിം ആണ്. ഈ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? റെസിഡ്യുവൽ ആയിട്ട് ഒരൊറ്റ എൻഡോസ്പേം ഇല്ല. എല്ലാം ആ ഗ്രോയിങ് എംബ്രിയോ എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി കൺസ്യൂം ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെന്റ്. എക്സാമ്പിൾ പീ ആൻഡ് ഗ്രൗണ്ട് നട്ട്. ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുമ്പോൾ they retain a part of endosperm as it is not completely used up during embryo development. ഫോർ എക്സാമ്പിൾ വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ. ഈ കാസ്റ്റർ എന്താണ്? ഡൈക്കോട്ട് ആണ്. വീറ്റ്, മെയ്സ്, ബാർലി എന്താണ്? മോണോകോട്ട്സ് ആണ്. Occasionally in some seeds such as black pepper and wheat, remnants of ന്യൂസെല്ലസിന് കുറച്ച് ബാക്കിയുള്ള ഭാഗം ഉണ്ടാകും, പെർസിസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിസ്പോം. എന്താ വിളിക്കുക? പെരിസ്പോം. ഇനി the integuments of ovules harden as tough protective seed cords. The micropyle remains as a small pore in the seed cord. This facility, ഇപ്പം നമ്മുടെ ഓവ്യൂൾസിന് ഇന്റിഗ്യുമെന്റ്സ് എന്തായി മാറും? പ്രൊട്ടക്റ്റീവ് സീഡ് കോഡ്സ് ആയി മാറും. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെന്റ്. നമ്മൾ ഓൾറെഡി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സീഡിൽ ആ മൈക്രോപൈൽ എന്ന് പറഞ്ഞ ഭാഗം, ആ സ്മോൾ പോർ എന്താവും? സീഡ് കോഡിൽ അതേപോലെ തന്നെ റിമെയിൻ ചെയ്യും. വിച്ച് ഹെൽപ്സ് ഇൻ എൻട്രി, വിച്ച് ഫെസിലിറ്റേറ്റ്സ് എൻട്രി ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ടർ ഇൻ ടു ദ സീഡ് during germination. Now, as the seed matures, its water content is reduced and seeds become relatively dry. ഒരു സീഡ് ഇങ്ങനെ മെച്ചോർ ആക്കുമ്പോൾ അതിലുള്ള എല്ലാ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലാംശങ്ങൾ എന്തായാലും കുറയുന്നുണ്ട്. അത് ഭയങ്കര ഡ്രൈ ആവും. ലൈക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ മൊത്തം ഒരു സീഡിന്റെ മൊത്തം വെയിറ്റ് നോക്കുമ്പോൾ അതിലുള്ള മോയ്സ്ചർ വെറും 10 to 15% മാത്രമേ ഓഫ് ടോട്ടൽ മാസ് ഉണ്ടാവുള്ളൂ. So that which means the general metabolic activity of the embryo slows down. The embryo may enter a state of inactivity called dormancy. Suppose വിചാരിക്കുക ഒരു സീഡിന് അല്ലെങ്കിൽ ഒരു എംബ്രിയോക്ക് ഇപ്പം എന്ത് ചെയ്യാൻ, ജെർമിനേറ്റ് ചെയ്യാനുള്ള ഫേവറബിൾ കണ്ടീഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്താവും? ഒരു ഇൻആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും മെയിൻറ്റെയിൻഡ് ആയി നിൽക്കുന്നുണ്ടാവുക. ആ ഒരു ഇൻആക്ടിവിറ്റി സ്റ്റേറ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡോർമൻസി. And or if favorable conditions are available like adequate moisture, oxygen and suitable temperature, they will germinate.
As ovules mature into seeds, the ovary develops into a fruit. That is, the transformation of ovules into seeds and ovary into fruit proceeds simultaneously. ഒരേ സമയത്താണ് നടക്കുക. Okay. Oh, of course. എപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ NCERT ഞാൻ പറഞ്ഞില്ല, ബയോളജി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അത്രയും ഫേം ആക്കി വെക്കണം. ഇപ്പോഴും ടൈം ഉണ്ട്, ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഉള്ള സമയം എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്ക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടുക, നല്ല രീതിയിൽ എഫേർട്ട് ഇടുക. ഇനിയുള്ള ഡേയ്സ് എന്ത് ചെയ്യുക, ഭയങ്കര ക്രൂഷ്യൽ ഡേയ്സ് ആണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ടെൻഷൻ ആണെന്നല്ല, ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളതും എന്താകും, കയ്യിൽ നിന്ന് പോവേ ഉള്ളൂ. എപ്പോഴും കാം മൈൻഡിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, താല്പര്യം കൊണ്ട് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. ഒന്നും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി പഠിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരാം. മാക്സിമം ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ. ദ വാൾ ഓഫ് ഓവറി. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്. The wall of the ovary develops into the wall of fruit. അല്ലെ, ഓവറിന്റെ വാൾ എന്തായി മാറുന്നത്, ഫ്രൂട്ടിന്റെ വാളായി മാറുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പെരികാർപ്പ്. ഈ പെരിസ്പേമും പെരികാർപ്പും മാറിപ്പോകരുത്. പെരിസ്പേം എന്താണ്, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസെല്ലസ്. പെരികാർപ്പ് എന്താണ്, ഓവറിയുടെ വാള് ഫ്രൂട്ട് വാളായി മാറുന്നു. ഇനി ഫ്രൂട്ട്സ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെ, ഫ്ലഷി ഫ്രൂട്ട്സും ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഫ്ലഷി ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ ആണ് ഗോവ, ഓറഞ്ച്, മാംഗോ എക്സെട്ര. ഡ്രൈ ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ ആണ് ഗ്രൗണ്ട് നട്ട് ആൻഡ് മസ്റ്റാർഡ്. ഇനി മെനി ഫ്രൂട്ട്സ് ഹാവ് ഇവോൾവ്ഡ് മെക്കാനിസംസ് ഫോർ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലേഡി ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ആണല്ലോ, ആ പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്രൂട്ടാണ്. ആ ഫ്രൂട്ട് നമ്മൾ പ്ലക്ക് ചെയ്യാതെ, നമ്മൾ പറിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് എന്താവും, സ്വയം ഓപ്പൺ ചെയ്തിട്ട് അതിലത്തെ സീഡിനെ എന്തായും, ഡിസ്പേഴ്സ് ചെയ്യും. സച്ച് ദാറ്റ് ബാക്കിയുള്ള ഏരിയയിലും ആ ഒരു ലേഡി ഫിംഗർ എന്താകുന്നുണ്ടാവും, ഒരു പ്ലാന്റായി മാറുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ ചില ബേർഡ്സ് ഒക്കെ ചില ഫ്രൂട്ട്സിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സീഡ്സും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്ക്രീറ്റിയിൽ ആ ഒരു സീഡ് ഉണ്ടാവും. സോ ഈ ഒരു ഭക്ഷണം കഴിച്ചോട് തന്നെ ആണെന്നില്ല അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ഏരിയയിൽ അവർ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ റീജിയനിലും ആ പെർട്ടിക്കുലർ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നൗ all right. In most plants, by the time the fruit develops from the ovary, the other floral part degenerates and fall off. However, in a few species such as apple, strawberry, and cashew, etc., the thalamus also contributes to the fruit formation. So, ഇവിടെ നമ്മൾ പറയുന്നത് ട്രൂ ഫ്രൂട്ട്സ് ഉണ്ട്, ഫാൾസ് ഫ്രൂട്ട്സും ഉണ്ട്. ഓവറിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ട്രൂ ഫ്രൂട്ടും ആണ്. ആൻഡ് തലാമസിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫാൾസ് ഫ്രൂട്ടും ആണ്. ഓക്കെ, സോ പൊതുവേ നമ്മൾ ഓവറി ഒരു ഫ്രൂട്ടായി മാറുന്ന സമയങ്ങളിൽ മറ്റ് പൂവിന്റെ പാർട്സ് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്തിട്ട് ഫോളോ ഓഫ് ചെയ്യുന്നുണ്ട്. ചില കേസസ് ലൈക്ക് സ്ട്രോബെറി, ആപ്പിൾ, കാഷ്യൂ അതിൽ എന്താകുന്നില്ല, ഫോളോ ഓഫ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ താലമസ്. ഓക്കെ, അപ്പൊ താലമസിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആണ് എന്ത്, ഫാൾസ് ഫ്രൂട്ട്സ്. മോസ്റ്റ് ഫ്രൂട്ട്സ് however develop only from the ovary and called the true fruits. Although in most of the species fruits are the results of fertilization, there are a few species where fruits are developing in which fruits develop without fertilization. Such fruits are called parthenocarpic fruits. So പൊതുവേ നമ്മൾ പറയും ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന്റെ ഒരു റിസൾട്ട് ആയി ഉണ്ടാകുന്നതാണെന്ന് വെച്ചാൽ ചില സ്പീഷീസിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ അവർ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഫ്രൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ബനാന ഈസ് വൺ സച്ച് എക്സാമ്പിൾ. ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ നാച്ചുറലായി നടക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചില പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിന്റെ അപ്ലിക്കേഷൻസ് വഴി നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഫ്രൂട്ട്സിൽ എന്തുണ്ടാവില്ല, സീഡ് ഉണ്ടാവില്ല. കാരണം എന്താ, സീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ എൻഡ് റിസൾട്ട്, എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ്. സോ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിൽ എന്തുണ്ടാവില്ല, സീഡ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി സീഡ്സ് നോക്കുകയാണെങ്കിൽ ആൻജിയോസ്പേംസിന്റെ സീഡ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, സെവറൽ അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻജിയോസ്പേംസിന്റെ സീഡ്സ് നോക്കുമ്പോൾ അല്ലെ. ഫസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, since reproductive processes such as pollination and fertilization are independent of water, angiosperms എന്ന് പറഞ്ഞത് അവരുടെ pollination fertilization എന്തല്ല, വാട്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ് സീഡ് ഫോർമേഷൻ എന്താണ്, മോർ ഡിപ്പെൻഡബിൾ ആണ്. ഓൾസോ സീഡ്സ് ഹാവ് better adaptive strategies for dispersal to new habitats. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ helps the species
to colonize in other areas. ഞാൻ നേരത്തെ പറഞ്ഞ ആൻജിയോസ്പേംസിന്റെ കേസിൽ ഇപ്പം ലേഡി ഫിംഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സീഡ്സ് എന്താവും ആ ഫ്രൂട്ട് ഓപ്പൺ ചെയ്തിട്ട് സീഡ് ഡിസ്പേഴ്സ്ഡ് ആകുന്നുണ്ട് സച്ച് ദാറ്റ് ആ ഒരു പ്ലാന്റിനെ കുറച്ചുകൂടി വൈഡ് റേഞ്ച് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ എന്താവും ആ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഒരു ബേർഡ് ഒരു ഫ്രൂട്ടിന് കഴിക്കുമ്പോൾ അതിൽ സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് പൂപ്പ് ചെയ്യുന്നത് ആ ഭാഗത്തും ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കോളനൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സിൻസ് ഈ ഒരു സീഡിന് എന്തുണ്ട്, സഫീഷ്യന്റ് ഫുഡ് റിസർവ്സ് ഉള്ളത് കൊണ്ട് തന്നെ യങ് സീഡ്ലിങ്സ് ആർ നറിഷ്ഡ് അൺടിൽ ദേ ആർ കേപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ് ഓൺ ദെയർ ഓൺ. സീഡ്സിനകത്ത് എന്തുണ്ട്, ഫുഡ് റിസർവ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടത്താൻ പാകപ്പെടുന്ന അല്ലെങ്കിൽ മെച്ചോർഡ് ആകുന്ന ഒരു സമയം അതുവരെ അവരുടെ ബോഡിയിൽ എന്തുണ്ട്, ആ സീഡിനകത്ത് എന്തുണ്ട്, ഫുഡ് റിസർവ്സ് ഉണ്ട് അല്ലെ. സോ അതായിരിക്കും അവർ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സമയം ആവുന്നത് വരെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവാം. Now, the hard seed coat provides protection to the young embryo. Being products of sexual reproduction, they generate new genetic combinations leading to variations. Sexual reproduction ഒരു ഭാഗമായിട്ടാണ് സീഡ്സ് ഉണ്ടാകുന്നത്. അതിൽ എന്തുണ്ട്, ജനറ്റിക് കോമ്പിനേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്തുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സീഡിന്റെ വയബിലിറ്റി ആണ്. സീഡിന്റെ വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആയി മാറാൻ പറ്റുന്ന ഒരു കഴിവിനെ നമ്മൾ എന്താ പറയാ, സീഡ് വയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, സോ ഓരോ സീഡ്സും ആഫ്റ്റർ ദ ഡിസ്പേഴ്സൽ എത്രത്തോളം കാലമാണ് അവർ അലൈവ് അല്ലെങ്കിൽ റിമെയിൻ അലൈവ് ആയി നിൽക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുക, സീഡ് വയബിലിറ്റി എന്ന് പറയുന്നുണ്ടാവും അല്ലെ. ഇൻ എ ഫ്യൂ സ്പീഷീസ് the seeds lose viability within a few months. Seeds of a large number of species live for several years. Some seeds can remain alive for hundreds of years. There are several records of very old yet viable seeds. The oldest is that of a Lupinus arcticus. Oldest is that of a lupine, which is Lupinus arcticus, excavated from the Arctic tundra. The seed germinated and flowered after an estimated record of 10,000 years of dormancy. 10,000 years of dormancy കഴിഞ്ഞിട്ട് പോലും സീഡ് എന്ത് ചെയ്തു, ജെർമിനേറ്റ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതൊരു എന്താണ്, ഒരു എവിഡൻസ് ആണ് കേട്ടോ. A recent record of 2,000 years old viable seed is of date palm, that is the Phoenix dactylifera, discovered during the archaeological excavation at King Herod's palace near the Dead Sea. Clear ആണോ? Okay, now the last portion ആണ് ഇത് നമ്മളുടെ എപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. ബൈ ദിസ് നമ്മളുടെ ചാപ്റ്റർ എന്താണ്, കഴിയാൻ പോവുകയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. നിങ്ങൾ കാര്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാം. പലർക്കും പല ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ശരിക്കും എപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? പക്ഷേ ഇവരെന്ത് ചെയ്യും, സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട്, അനുകരിക്കുന്നുണ്ട് അല്ലെ. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, is a form of asexual reproduction that mimics sexual reproduction. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സീഡ്സ് എന്താണ്, they are the products of fertilization. But a few flowering plants such as some species of Asteraceae അഥവാ സൺഫ്ലവറിന്റെ ഫാമിലി ആൻഡ് ഗ്രാസസ് അവ ഇവോൾവ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പം സീഡ്സ് ഫെർട്ടിലൈസേഷൻ ചെയ്യാതെ ഫെർട്ടിലൈസേഷന്റെ ഭാഗമല്ലാതെ സീഡ്സ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, എപ്പോമിക്സിസ് എന്ന് വിളിക്കാം. എപ്പോമിക്സിസ് എന്താണ്, എക്സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് വഴി ഫ്രൂട്ടായി മാറി സീഡായി മാറിയിട്ട് എല്ലാവരും സീഡ് ഉണ്ടാകുന്നത് പകരം എന്താണ്, സീഡായി ഡെവലപ്പ് ചെയ്യാണ്. സോ സിൻസ് സെക്ഷൽ റിപ്രൊഡക്ഷന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് സീഡ് അല്ലെ. സോ ഈ എപ്പോമിക്സിസ് ഉള്ള പ്ലാൻ, എപ്പോമിക്സിസ് കാണിക്കുന്ന പ്ലാനിൽ സീഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൽ റിപ്രൊഡക്ഷൻ മിമിക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്താണ്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. സോ ഫെർട്ടിലൈസേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാവാതെ ചില പ്ലാന്റ്സ് ലൈക്ക് ആസ്ട്രീഷ്യ എന്നുള്ളതിലെ ചില സ്പീഷീസും ഗ്രാസസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ഒരു എപ്പോമിക്സിസ് കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ് ആർക്ക്, ഫാമേഴ്സിന്. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദർ ആർ സെവറൽ വേസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എപ്പോമെറ്റിക് സീഡ്സ്. In some species, the diploid egg cell is formed without reduction division and develops into the embryo without fertilization. Okay? അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ എംബ്രിയോ സാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് സെല്ല് ഡിപ്ലോയിഡ് എഗ് സെല്ലാണ്.
നേരത്തെ ഹാപ്ലോയിഡ് ആയിരുന്നു, ഇത് ഡിപ്ലോയിഡ് ആയിരിക്കാന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യുന്നില്ല, റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്യാതെ ആ എക്സൽ സ്വയം ഡിപ്ലോയിഡ് ആയിട്ടുള്ള, പൊതുവേ നമ്മളുടെ എക്സൽ എന്താണ്, ഹാപ്ലോയിഡ് ആണ്. പക്ഷെ ഈ ഒരു അപ്പോമിക്സിസ് കേസിൽ നമ്മൾ പറയുമ്പോൾ ചില സ്പീഷീസത്തെ എക്സൽ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കും. അതെ, വെരി ഗുഡ്. സോ ചില സ്പീഷീസത്തെ എക്സൽ ഡിപ്ലോയിഡ് ആയിട്ട് തന്നെ ഇരിക്കും. അവരെന്ത് ചെയ്യില്ല, മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയി മാറുന്നില്ല. അവരെന്തായി മാറും, എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്യാണ്, പക്ഷെ എന്ത് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇനി അതേപോലെ തന്നെ മോർ ഓഫൺ, അതാണ് എന്ത്, അപ്പോമിക്സിസ് കിട്ടാ. ഈ മോർ ഓഫൺ പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറിയാം, മിനി സിട്രസും അതേപോലെ മാംഗോ വെറൈറ്റീസ് എടുക്കുമ്പം, ഇങ്ങനത്തെ വെറൈറ്റീസ് മിനി സിട്രസും അതേപോലെ മാംഗോ വെറൈറ്റീസ് എടുക്കുമ്പോൾ സം ഓഫ് ദ ന്യൂസെല്ലാർ സെൽസ്, ഏതാണ്, ന്യൂസെല്ലാർ സെൽസ് സറൗണ്ടിങ് ദ എംബ്രിയോ സാക് സ്റ്റാർട്ട് ഡിവൈഡിങ്. അവരെന്ത് ചെയ്യും, എംബ്രിയോ സാക്കിന്റെ അടുത്തുള്ള ന്യൂസെല്ലാർ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോ സാക്കിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും, ആ എംബ്രിയോ സാക്കിലേക്ക് തള്ളി നിൽക്കും. ആൻഡ് ദേ ഡെവലപ്പ് ഇൻ ടു ദ എംബ്രിയോസ്. In such species, each ovule contains many embryos. Occurrence of more than one embryo in a seed is referred to as polyembryony. Clear ആയോ? അപ്പൊ പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എംബ്രിയോ സാക്കിന്റെ ചുറ്റുമുള്ള ന്യൂസെല്ലാർ സെൽസ് എന്ത് ചെയ്യോ, അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആ എംബ്രിയോ സാക്കിലേക്ക് തള്ളി നിൽക്കും, പ്രൊട്രൂഡ് ചെയ്ത് നിന്നിട്ട് അതെന്തായി മാറും, ആ തള്ളി നിൽക്കുന്ന ന്യൂസെല്ലാർ സെൽസ് ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ സ്പീഷീസ് നോക്കുമ്പോൾ അതിന്റെ ഓരോ ഒവ്യൂളിൽ എന്തുണ്ട്, ഒരുപാട് എംബ്രിയോസ് ഉണ്ടാവും. സോ ഒന്നിലേറെ എംബ്രിയോ ഉണ്ടെങ്കിൽ അത് എന്ത് പറയാം, പോളി എംബ്രിയോണി എന്ന് പറയാം. ഇനി നമുക്കറിയാം ഫാമേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് എന്താ പറയുക, ഡിസൈർഡ് ആയിട്ടുള്ള ക്വാളിറ്റീസ് വേണം പ്ലാന്റ്സിൽ, പ്ലാന്റ് എ പ്ലാന്റ് ബി. അപ്പൊ പ്ലാന്റ് എയിലുള്ള നല്ല ക്വാളിറ്റിയും പ്ലാന്റ് ബിയിലുള്ള നല്ല ക്വാളിറ്റി എന്ത് ചെയ്യും, ഇവര് ക്രോസ് ചെയ്തിട്ട് ഹൈബ്രിഡ് ഫോം ചെയ്യും. അതിങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് സീഡ് ആയിരിക്കും ഇവർ മേടിക്കുന്നുണ്ടാവും. സോ ഇയർ ബൈ ഇയർ അല്ലെങ്കിൽ സീസൺ ആഫ്റ്റർ സീസൺ ഇവർക്ക് ഈ സീഡ് ഇങ്ങനെ ഹൈബ്രിഡ് സീഡ്സ് മേടിക്കാനും അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യാനും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എപ്പോമിക്സിഡ് സീഡ്, ഈ ഹൈബ്രിഡ്സിന്റെ എപ്പോമിക്സിഡ് സീഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് അവർക്ക് എന്ത് ചെയ്യേണ്ട, ഓരോ കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ സീസൺ കഴിയും തോറും ഹൈബ്രിഡ്സിനെ ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുള്ള സീഡ്സിനെ എന്ത് ചെയ്യേണ്ട, ശേഖരിച്ച് വെക്കണ്ട അല്ലെങ്കിൽ മേടിച്ച് വെക്കണ്ട. അതിന് പകരം അവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഹൈബ്രിഡ്സിൽ നിന്ന് എപ്പോമിറ്റിക് സീഡ്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി ഈ ഒരു ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കുമ്പോൾ ഹൈബ്രിഡ്സിന്റെ സീഡ്സിൽ ഈ സീഡ്സ് ഒരു പ്ലാന്റ് ആയി മാറുമ്പോൾ ആ ഒരു ഫാമർ ഉദ്ദേശിച്ച വെറും ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ് തന്നെ അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്ലാന്റ് തന്നെ ആയി മാറണം എന്ന് യാതൊരു നിർബന്ധമില്ല. മേ ബി ആ രണ്ട് പ്ലാന്റിന്റെ ഡിസൈഡ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റിന്റെ അൺഡിസൈറബിൾ ക്വാളിറ്റീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോജിനി ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. കാരണം സീഡ്സിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, സെഗ്രിഗേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോമിറ്റിക് സീഡ്സിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാമേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും അവരുടെ ക്രോപ്പ് കൾട്ടിവേഷനും കാര്യങ്ങളിലൊക്കെ. ഇത്രയും ക്ലിയർ ആണോ, ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഷടപ്പടയെന്ന് പെട്ടെന്ന് ചോദിച്ചോ. ഇത് നമ്മളുടെ താലമസ് പോർഷൻ ആട്ടോ. ഇതാണ് ഇതിന്റെ ഓവറി. എല്ലാം ലൈൻ ബൈ ലൈൻ വായിക്കണം എന്നില്ല. നമുക്ക് എപ്പോഴും കൺസെപ്റ്റ് നമ്മൾ തെറ്റ് വരുത്തുന്ന ഭാഗങ്ങളില്ലേ, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, എവിടെയാണ് നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നത്, ബയോളജിയിൽ ഏത് ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് നമ്മൾ വരുത്തുന്നത്, ആ പോർഷൻ നമ്മൾ നന്നായിട്ട് ഒന്ന് വായിച്ചു വയ്ക്കാം. അല്ലാതെ എല്ലാം ലൈൻ ബൈ ലൈൻ വായിക്കരുത്. എപ്പോഴും നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് മിസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ണ് ഓടിക്കാൻ പറ്റും എല്ലായിടത്തും, ഇതൊക്കെ ഇവിടെ തന്നെ അല്ലേ ഒന്ന് ഓടിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മിസ് ഇന്നത്തെ സെഷൻ നിർത്താണ്. കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മൾ സ്ലൈഡ് ഒന്ന് പണി പറ്റിച്ചു അല്ലേ? ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും നന്നായി പഠിക്കുക, യാതൊരുവിധ ടെൻഷനും വേണ്ട. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം അപ്പിയർ ചെയ്യുക. നമ്മളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, നമ്മളെല്ലാവരുടെ പ്രാർത്ഥന നിങ്ങൾ കൂടെ ഉണ്ടാവും ചെയ്യും കേട്ടോ. ഓക്കെ, ശരി. Thank you.